ഭഗവാനെ നീ അല്ലാതെ വേറെ ആരും ഒരു ഗതിയുമില്ല. ശിവമയം വിളിച്ച് കരഞ്ഞു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇന്നിവിടെ ഒത്തുകൂടിയ എല്ലാ ഭഗവത് ഭക്തർക്കും സ്വാഗതം നൽകുകയാണ്. അതിനോടൊപ്പം നമ്മളെ ഇന്നിവിടെ അനുഗ്രഹിക്കാനായിട്ട് എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, വളരെ പ്രാധാന്യമുള്ള വ്യക്തിത്വങ്ങളാണ്. പ്രഭുജി മൂർത്തി മോഹൻദാസ് പ്രഭുജി, ഹിസ് ഗ്രേസ് മൂർത്തി മോഹൻദാസ് പ്രഭുജി ഒരു 10-40 വർഷമായിട്ട് ഭഗവാന്റെ തിരുനാമം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകമെമ്പാടും എന്ന് പറയാം, അമേരിക്കയിലും ദുബൈയിലും ഗൾഫ് GCCയിലും എല്ലാം, അതുപോലെ കേരളത്തിൽ വന്നാലും എല്ലാ സ്ഥലങ്ങളിലും പോയി എപ്പോഴൊരു സമയം കിട്ടിയാലും ഭഗവാന്റെ തിരുനാമം എല്ലാവർക്കും എത്തണം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ പ്രഭുജി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞങ്ങൾ ഒരു 15 വർഷം മുമ്പ് ഞങ്ങൾ പല ക്ഷേത്രങ്ങളിലും ദർശനമെടുക്കും. ഞങ്ങൾ അവിടെ ഗൾഫിലായിരുന്നപ്പോൾ ആ സമയത്ത് ഞങ്ങളെ കൈപിടിച്ച് ഭഗവാന്റെ തിരുനാമം തന്ന് ഞങ്ങളെ ഇന്ന് ഈ ഒരു ഇവിടെ നിൽക്കാനൊരു സ്റ്റേജിൽ എത്തിച്ചത് പ്രഭുജിയും മാതാജിയുടെ 2 മക്കളുണ്ട്, അവരുമാണ്. മക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ ഭക്തിയിൽ ജനിച്ചപ്പോൾ മുതലേ, കാരണം അവർ നേരത്തെ കൃഷ്ണഭക്തരാണ്, അപ്പോൾ അവരുടെ മക്കൾ വരുന്നതിന് എന്തായാലും ആ ഒരു ഇതിൽ തന്നെയാണ് അവർ വളർന്നത്. അപ്പോൾ ഞങ്ങളെ ക്ഷേത്രത്തിൽ പോകാൻ എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു കുറച്ച് അറിവില്ലാത്ത കാര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരത് പറഞ്ഞു തരികയും അവർ മറ്റുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയും അങ്ങനെ വളരെ ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരുന്നു അവരിപ്പം ഒരാൾ അമേരിക്കയിലാണ്, ഒരാൾ ഇവിടെ ഡോക്ടറായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. പൂജ, ഞാൻ പേര് പെട്ടെന്ന് എനിക്ക് എപ്പോഴും
പ്രേമരൂപ ദേവിദാസി മാതാജി അമേരിക്കയിലാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. മോനും അതുപോലെ തന്നെ അക്കൗണ്ട്സ്, അവരെല്ലാം ഒരു ഫിനാൻസ് ലെവലാണ്. പ്രഭുജി ചീഫ് അക്കൗണ്ടന്റ് ആണ്. ചീഫ് അക്കൗണ്ടന്റ് അല്ല, ഫൈനാൻസ് മിനിസ്റ്റർ, ഫൈനാൻസ് കൺട്രോളർ അല്ലേ, ഫിനാൻസ് കൺട്രോളറാണ് പ്രഭുജി. അപ്പോഴങ്ങനെ അവരെല്ലാവരും വളരെ ഉയർന്ന നിലയിലാണെങ്കിൽ പോലും അവരെപ്പോഴും ഭഗവാന്റെ ആ ഒരു തിരുനാമം പ്രചരിപ്പിക്കുന്നതിനും മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിനും ജീവിതം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. മാതാജി ബഹറിലെ ആൽനൂർ സ്കൂളിലെ കോർഡിനേറ്ററാണ്. അപ്പോൾ ഏത് അവസരത്തിലും എപ്പോൾ വേണേലും നമുക്ക് എന്ത് സംശയങ്ങൾ ചോദിക്കാനും നമ്മളെ ആ ഒരു ഭക്തിയുടെ മാർഗത്തിൽ നേർവഴിക്ക് നയിക്കുവാനും അവരെപ്പോഴും മുൻപന്തിയിൽ തന്നെയുണ്ട്. അവർക്ക് നമ്മൾ എന്തായാലും ഈ ഒരു 12 സെന്റർ ഇടുന്ന സമയം മാറിയപ്പോൾ പ്രഭുജി മാതാജിയുമാണ് വളരെയേറെ സന്തോഷിച്ചത്. കാരണം പ്രഭുജിയുടെ വീട് ചങ്ങനാശ്ശേരിയിലാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം ഓടി വന്നിട്ട് നമുക്കൊക്കെ അസോസിയേഷൻ തരാൻ സാധിക്കും. ഇപ്പോൾ 2-3 മാസം കൂടെ കഴിഞ്ഞാൽ അവരെല്ലാം തിരിച്ച് ഇവിടെ നാട്ടിലേക്ക് തിരിച്ച് എത്തും. നമുക്ക് എപ്പോഴും അസോസിയേഷൻ കിട്ടാനുള്ള ഒരു അവസരം കൂടിയാണ് വരുന്നത്. ഹരേ കൃഷ്ണ. അപ്പോൾ പ്രഭുജി ഇന്ന് ഇവിടെ വന്നു നമുക്ക് അസോസിയേഷൻ തരാനായിട്ട്. ഇന്ന് നമുക്കിവിടെ എല്ലാ ആഴ്ചയിലും ഉള്ളതിനേക്കാളും ആളുകൾ കുറവാണെന്ന് തോന്നുന്നല്ലേ, പക്ഷെ എല്ലാവരെയും നമ്മൾ വിളിച്ചിരുന്നു. എനിവേ എല്ലാവരും എത്തുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. നമുക്കിവിടെ അസോസിയേഷൻ തരാനായിട്ട് വന്ന പ്രഭുജിക്കും മാതാജിക്കും വേണ്ടി നമുക്ക് ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. हरे कृष्ण हरे कृष्ण। करता है ഹരേ കൃഷ്ണ. ഇത് ഒരുപാട് സംസാരിച്ചു, അത്രയൊന്നുമില്ല. സ്വല്പം ഭക്തി എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ച് കുറേ നാളുകളായി ഇങ്ങനെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഭക്തി കിട്ടുമോ എന്ന് ശ്രമിക്കുന്നു. ഇന്ന് ശരിയായ ഭക്തി ഞാനിവിടെ കണ്ടു. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വരുമ്പോഴേ കൈ നിറയെ പൂക്കളുമായി ഭഗവാനെ കാണാൻ കഴിയുന്നു. ഞാൻ ആലോചിക്കുന്നത് എന്തുമാത്രം ഭഗവാനക്ക് സന്തോഷം ഉണ്ടാവും. നിങ്ങളൊരു പൂ പറിച്ചുകൊണ്ട് ഭഗവാന്റെ കൃപാക്ക് ഇടുമ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം സന്തോഷം ഉണ്ടാകും. എത്ര കളർഫുള്ളായിട്ടുള്ള, എത്ര മനോഹരമായ പൂക്കൾ, എന്തെങ്കിലും നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റാത്ത ഡിസൈനാണ് ഭഗവാൻ തന്നിരിക്കുന്നത് അല്ലേ. എന്തെല്ലാം ഡിസൈനുള്ള പൂക്കൾ, എന്തെല്ലാം കളറുള്ള പൂക്കൾ, അതെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അല്ലേ. നമ്മുടേതായിട്ടൊന്നും ഈ ലോകത്ത് സ്വന്തമായിട്ടില്ല, എല്ലാം അദ്ദേഹത്തിൻ്റെ ആണെങ്കിലും, അതായത് വീട്ടിലെ അച്ഛനെല്ലാം കാശൊക്കെ ഉണ്ടാക്കി കൂട്ടുന്ന വെച്ച് വിളമ്പി കൊടുത്തു കഴിഞ്ഞ് മുന്നിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാം എൻ്റെ ആണെങ്കിലും അതൊന്നും എനിക്ക് എൻ്റെ മുന്നിലേക്ക് കൊണ്ട് എനിക്കായിട്ട് അർപ്പിക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഓരോരുത്തർ വരുമ്പോഴും ആ പൂക്കളും കാര്യങ്ങളും മനസ്സ് വരുന്ന കൊണ്ടുവരുമ്പോൾ അതൊരു ഭക്തിയാണ്. അത് കാണുമ്പോൾ നമുക്ക് നമ്മൾ ആരും അല്ലല്ലോ തോന്നുന്നു. ഹരേ കൃഷ്ണ. മുരളീവദന ശാരദാസ് ഭഗവതൻ ശ്രീ വല്ലഭി മാതാജിക്കും എൻ്റെ പ്രണാമം. അവരെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ സാധിച്ചു. നിസ്സാര കാര്യമല്ല, വലിയ കാര്യമാണ്. കാരണം ഈ കലിയുഗത്തിൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ കിട്ടുന്ന ഒരവസരം വളരെ വിരളമാണ്. എത്രയോ ജന്മാന്തരേ കൃതം പുണ്യം തഥാ ഭാഗവതം ലഭ്യത. എത്രയോ ജന്മജന്മാന്തരമായി ചെയ്ത പുണ്യങ്ങളുടെ ഫലമാണ് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ അവസരം കിട്ടുന്നത്. നമ്മളെപ്പോൾ എത്രയോ ആൾക്കാർ വീട്ടിൽ കൂടെ നടക്കുന്നു. അതിനകത്ത് വളരെ വിരളമായിട്ടുള്ളൊരവസരം മാത്രമാണ് അത്. നമ്മൾ ഈ ഭൂമി ജനിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയേ പറ്റത്തുള്ളൂ. അപ്പം ആ ജോലി എന്തെങ്കിലും കിട്ടിയ ജോലി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ചെയ്ത് തീർക്കാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ. ഓരോരുത്തരും ഇവിടെ പണിയെത്തിച്ചിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ വന്നിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ
തിരുനാളിന് വന്ന ഭഗവത്ഗീത 24ാമത്തെ ശ്ലോകമാണ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്കത് വായിച്ചു നോക്കാം. ജയനാഥ മാധവ കുഞ്ചവിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി ജയനാഥ മാധവ കുഞ്ചവിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി ജയ രാധ 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 മാധവ കുഞ്ചവിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി യശോദനന്ദന വൃജജനരഞ്ജന യമുനാതിരാവനചാരി യശോദനന്ദന വൃജജനരഞ്ജന യമുനാതിരാവനചാരി യശോദനന്ദന വൃജജനരഞ്ജന യമുനാതിരാവനചാരി യശോദനന്ദന വൃജജനരഞ്ജന യമുനാതിരാവനചാരി ജയ രാധ മാധവ കുഞ്ചവിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ജയ രാധാ മാധവ രാധാ മാധവ രാധേ ജയ രാധാ മാധവ ജയ രാധാ ശ്യാമ സുന്ദര രാധാ ശ്യാമ സുന്ദര രാധേ जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय वृंदावन धाम
जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय जय पंचरत्न जय पंचरत्न पंचरत्न जय पंचरत्न जय पंचरत्न जय 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 प्रभुपाद 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 शिव प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव 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 जय गुरुदेव जय जय गुरुदेव 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 जय ओम विश्वनाथ परमहंस परिव्रजकाचार्य स्तोत्र सदा दिव्येन्द्रिय सभजनानंद भक्तिवेदांत स्वामी श्रील प्रभुपाद महाराज की जय ओम विश्वनाथ परमहंस परिव्रजक आचार्य अष्टोत्तर सदगुरुवेंगे भक्ति सिद्धांत सरस्वती महाराज प्रभुपाद की जय अनंत कोटि वैष्णव वृंद की जय नमाचार्य श्री ठाकुर की जय प्रेम सहोदर श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौड़ भक्तवृंद की जय श्री श्री राधा कृष्ण गोविंद श्याम कुंड राधा कुंड गिरियो वृंदावन की नवदीप धाम की गंगामयी की यमुनामयी की भक्ति देवी की जय तुलसी देवी की जय अनंत कोटि वैष्णव वृंद की जय ग्रंथराज श्रीमद् भागवतम की इस्कॉन वर्तमान गुरु वृंद की जय समवेद भक्त वृंद की जय गौर प्रेमानंदे हरि हरि बोल ओम गौरी स्तुतिया संबंधे बोलती ओम गौरी स्तुतिया संबंधे ओम श्री गुरुवान गौरंग ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपगता मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीदापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका राधाकान्त नमस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द हरे कृष्ण 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 हरे हरे राम 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 हरे ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु भद्रेषु
നിത്യം ഭാഗവത സേവയാ ഭഗവത്യുതമശ്ലോകേ ഭക്തി ഭവതി നൈഷ്ഠികീ. ഞാൻ രണ്ടുമൂന്ന് ലൊക്കേഷൻ പ്രയോഗിച്ചിരുന്നു. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദികേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ നമഃ. ഭഗവാൻ സച്ചിദാനന്ദ രൂപമാണ്. വിശ്വത്തിൻ്റെ ഉൽപ്പത്തിയുടെ കാരണക്കാരനാണ്. താപത്രയങ്ങൾ, മൂന്ന് ദുഃഖങ്ങളെ, ത്രയം മൂന്ന്, താപം ദുഃഖം, മൂന്ന് ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന ഒരേ ഒരു ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ. നമുക്കെല്ലാവർക്കും മൂന്ന് ദുഃഖമേ ഉള്ളൂ. നാലാമതൊരു ദുഃഖമില്ല. ആദ്യാത്മ, ആദിഭൗതി, ആദി ദേവി. സ്വന്തം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മറ്റ് ജീവജാലങ്ങളെ കൊണ്ടും ഇപ്പം ലോകത്ത് നടക്കുന്നത്, ലോകം മുഴുവൻ കാണുന്നത് മറ്റു വ്യക്തികളെ ഉപദ്രവിക്കുന്നു അല്ലേ? ജീവജാലങ്ങളാകാം, കൊതുകാകാം, ഡെങ്കിപ്പനി എന്തും ആകാം. അങ്ങനെ ആ ഭഗവാനെ നമുക്ക് പ്രണമിക്കണം. വാസുദേവപരാവേദ വാസുദേവപരാമക വാസുദേവപരായോഗ വാസുദേവപരാക്രിയ വാസുദേവപരം ജ്ഞാനം വാസുദേവപരം തപ വാസുദേവപരോ ധർമ്മോ വാസുദേവപരാഗതി വാസുദേവപരാഗതി. അനന്തലീലാമയ വിഗ്രഹായ ഹേമാപദിവ്യാശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. നിങ്ങൾ ഭഗവത്ഗീത പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ വെച്ചിട്ട് നമ്മൾ എന്താ യുദ്ധഭൂമിയിലെ, ഏത് യുദ്ധഭൂമിയാണ്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ഒരുക്കങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വിവരിക്കുന്നു. യുദ്ധം ചെയ്യാമോ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് അല്ലേ? ആക്ച്വലി നമ്മളെല്ലാവരും ഒരച്ഛൻ്റെ മക്കളാണ്. ലോകത്ത് നടക്കുന്നതും അത് തന്നെ. ഇവിടെയും സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. എന്തിനു വേണ്ടി? സാക്ഷാൽ ജഗദീശ്വരൻ ആയ കൃഷ്ണൻ പോയി ചോദിക്കുന്നു, എൻ്റെ ഭക്തരായ പാണ്ഡവർക്ക് 5 ഗ്രാമമെങ്കിലും നിങ്ങൾക്ക് കൊടുത്തുകൂടെ? ദുര്യോധനൻ പറയുന്നു, ഒരു സൂചി കുത്താൻ പോലും ഞാൻ സ്ഥലം കൊടുക്കില്ല. ആരോടാണ് ഈ പറയുന്നത്? സാക്ഷാൽ ജഗദീശ്വരനായ ഭഗവാൻ ഈ സർവപ്രപഞ്ചത്തിൻ്റെയും പരമാധികാരിയായ നാരായണനോടാണ് പറയുന്നത് അല്ലേ? മനസ്സിലൊന്ന് വിചാരിച്ചു കാണും, നീ ആരോടായി പറയുന്നത്? സൂചി കുത്താൻ സ്ഥലം കൊടുക്കില്ല. നീ എവിടാ നിൽക്കുന്നത്? നീ എൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത് അല്ലേ? ഞാൻ ഭാഗവതം എല്ലാ ആഴ്ചയിലും മലയാളത്തിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. സൂമിൽ കൊണ്ടു കേൾക്കാൻ, ഭാഗവതം കേൾക്കാൻ താല്പര്യമുണ്ട്. ലിങ്ക് കൊണ്ട് അയച്ചു. ഇപ്പം 8ാമത്തെ സ്കന്ധത്തിൽ 12 സ്കന്ധമാണുള്ളത്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് ബലി മഹാരാജാവിൻ്റെ കഥയാണ്. അതുകൊണ്ട് ഞാൻ പറയായിരുന്നു, വാമനൻ ചോദിക്കുന്നു, 3 അടി മണ്ണ് എനിക്ക് തരാമോ എന്ന്. സർവ ജഗത്തിൻ്റെയും പിതാവായ അല്ലേ ആ ഭഗവാൻ ചോദിക്കുന്നു, എനിക്ക് 3 അടി മണ്ണ് തരാമോ എന്ന് യാചിക്കുന്നു. ആ ഭക്തവത്സലനാണ്. അപ്പോഴും ബലി മഹാരാജ് അത്രയും അറിയാവുന്ന വലിയ മനുഷ്യനായിട്ടാണ് അദ്ദേഹം പറയുന്നു,
യജ്ഞമെന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ ഗുരുവിനോട് ശുക്രാചാര്യനോട് പറയുകയാണ്, യജ്ഞമെന്ന് പറഞ്ഞാൽ തന്നെ സാക്ഷാത് സർവേശ്വർ നാരായണനാണ്. ഇനി നാരായണൻ എന്നെ കൊല്ലാൻ വേണ്ടിയാണ് വന്ന് കൂടി, കൊല്ലട്ടെ, എടുത്തോട്ടെ, അതിപ്പുറം ഒരു സൗഭാഗ്യം എനിക്കുണ്ടോ എന്ന് ഗുരുവിനോട് തന്നെ പറയുകയാണ്. ഇത് കേട്ട് ദേവലോകത്ത് നിന്ന് ദേവന്മാരെല്ലാം കണ്ണു തള്ളിപ്പോയി. ഇതെന്താ നടക്കുന്നത് അവിടെ? ഇവരോട് ശത്രു തോന്നിയിരുന്ന ബലി ഇതാ പറയുന്നു, ഭഗവാനെ എന്തു വേണേ എടുത്തോട്ടെ, ചെറിയ കാര്യമല്ല, തനിക്കുള്ള സ്വത്തുകൾ മുഴുവൻ, താൻ നിൽക്കുന്ന ഭൂമി കൂടെ എടുത്തോളൂ എന്ന് പറയുന്നു അല്ലേ. ആ നാരായണൻ പോയി ചോദിക്കുന്നു, എന്തുകൊണ്ടാ ഭഗവത്ഗീത അർജുനോട് പറഞ്ഞേ, ഭക്തോസിനെ സഖാചേതി, നീ എൻ്റെ ഭക്തനും നീ എൻ്റെ സുഹൃത്തുമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഭക്തനാകണേൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ചോദിക്കുന്നു, നീ എനിക്കൊരു ശകലം, ഒരു 5 ഗ്രാമമെങ്കിലും എൻ്റെ ഭക്തരായ പാണ്ഡവർക്ക് കൊടുത്തൂരെ, ഞാൻ അവർക്ക് വേണ്ടി യാചിക്കാൻ വന്നതാണ്. ആ ഭഗവാനെ ഇവിടെ കഴിഞ്ഞ ശ്ലോകം നിങ്ങൾ പഠിച്ചു, ആ ദുർബുദ്ധേർ, നിങ്ങൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ച ദുർബുദ്ധേർ എന്നുള്ള, അത് ആ ദുര്യോധനൻ ദുർബുദ്ധിയാണെന്നാണ് പറയുന്നത്. ആ ദുർബുദ്ധിയായ ദുര്യോധനൻ പറയുന്നു, ഈ വന്ന കൃഷ്ണനെ അങ്ങ് കെട്ടിയിട്ടേക്കൂ, പിടിച്ചു കെട്ടു എന്ന് പറയുന്നു അല്ലേ. ആ നടന്ന സംഭവം വളരെ വേദനാജനകമായിരുന്നു അല്ലേ. ഭീഷ്മര് പോലും കണ്ണു തള്ളിപ്പോയി. ദുര്യോധന, നീ എന്താണ് ഈ കാണിക്കുന്നത്? സാക്ഷാൽ ജഗദീശ്വരനെ കെട്ടിയിടാണ്. പക്ഷെ അദ്ദേഹം തൻ്റെ സുദർശനം എടുത്തു. ചോദിക്കുക, നിനക്ക് എന്നെ കെട്ടിയിടാൻ സാധിക്കുന്നു? ദുര്യോധന തൻ്റെ ആ സുദർശനം എടുത്ത് തൻ്റെ ആ ശക്തി അവിടെ കാണിച്ചു കൊടുക്കുമ്പോൾ ഭക്തരെല്ലാം തൊഴുതുകൊണ്ട് നിൽക്കുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടെ നമ്മുടെ ബലി മഹാരാജാവും തൻ്റെ, ഞാൻ കഴിഞ്ഞതിപ്പം 2 പാദങ്ങളെ വെച്ചുള്ളൂ ക്ലാസ്സിൽ കഴിഞ്ഞ, 2ാമത്തെ പാദം വെച്ചപ്പോൾ എന്താ പറയുക, സ്വർഗലോകം മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അതിഗംഭീരമായ ചൂടായിരുന്നു. പക്ഷെ ഇത് ഭക്തന്മാർക്ക് അതൊന്നും അനുഭവിക്കത്തില്ല. അവിടെ നിൽക്കുന്ന അസുരിക് സ്വഭാവമുള്ളവർക്കെല്ലാം അതിഗംഭീരമായ എന്താ പറയുക ചൂട് തോന്നുന്നു. അങ്ങനെ പോയി ചോദിക്കുന്നു ദുര്യോധനാദികളോട്. ദുര്യോധനൻ കൊടുക്കില്ല എന്ന് പറയുന്നു. അവസാനം യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. അങ്ങനെ അർജുനൻ യുദ്ധത്തിനായിട്ട് അർജുനൻ കൃഷ്ണനോട് പറയുന്നു, ഭഗവത്ഗീത പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഗീതാഗംഗോദകം പുനർജന്മനവിദ്യതേ. ഗീതയാകുന്ന ഈ ഗംഗാജലത്തിൽ, ഗംഗ ഭഗവാന്റെ തൃപ്പാദത്തിൽ നിന്ന് വന്നതാണ് അല്ലേ. അത് കുളിച്ചാൽ നമ്മൾ പവിത്രമാവും. ഗീത ഭഗവാന്റെ തിരുനാവിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മളത് കേട്ടാൽ പവിത്രമാവും. അപ്പോൾ ഭാരതാമൃത സർവസ്വം, ഇത് എന്താ പറയുക, മഹാഭാരതത്തിൻ്റെ ക്രിയമായിട്ട് അതിൻ്റെ ഏറ്റവും ജുവലായിട്ട് വെച്ചിരിക്കുന്ന മഹാഭാരതത്തിൻ്റെ ഭാഗമാണ്. എന്നിട്ട് യുദ്ധത്തിലേക്ക് പോകാൻ മാർഗമില്ല, യുദ്ധത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ അവിടെ വരെ പഠിച്ചു വന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ ആ കൃഷ്ണനോട് കൃഷ്ണൻ പറഞ്ഞു, പാണ്ഡവരോട്, ഞാൻ നിന്റെ രഥത്തിന് തേരാളിയായി ഞാൻ വന്നുപോവാം എന്ന് പറയുന്നു. അങ്ങനെ തൻ്റെ സർവസ്വമായ കൃഷ്ണനോട് ഭക്തനായ അർജുനൻ പറയുന്നു, സനയോരുപതയോർ മധ്യേ രഥം സ്ഥാപയമേച്യുതാ. ഹേ അച്യുത, ചുതിയില്ലാത്തവനെ, പരാജയമില്ലാത്തവനെ. നമ്മൾ നല്ല ധൈര്യവും ആരോഗ്യവും ഉള്ള ആൾക്കാരുടെ പുറകെ പോകുമ്പോഴേ നമുക്കൊരു ഉറപ്പുണ്ട്, ഇപ്പം നമ്മളെ സഹായിക്കും, നല്ല ധൈര്യമായിട്ട് വരും. പിള്ളേർക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവരുടെ ധൈര്യത്തിൽ എന്തെങ്കിലുമൊക്കെ എളുപ്പത്തില്ലേ. ഇവിടെ അച്യുതാന്ന് വിളിക്കുന്നത് കാരണം നിനക്ക് പരാജയമില്ല, നീ ഒരിക്കലും തോൽവിയുള്ളവനല്ല. പിന്നെ ഞാനെന്തിനു പേടിക്കുന്നു?
ധൈര്യമായിട്ട് അച്യുതാന്ന് വിളിക്കുകയാണ്. അച്യുതനല്ലേ കൂടെ ഉള്ള. അതുകൊണ്ട് സേനയോരുപയോർ മധ്യേ രഥോ സ്ഥാപയമേച്യുത, ഹേ അച്യുത, ആ സേനയുടെ നടുക്കൂട്ടി കൊണ്ട് നിൽക്കൂ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച യാവദേവ നിരീക്ഷേകം യോതുകാമാനവസ്ഥിത, ആ യുദ്ധത്തിന് വന്ന് നിൽക്കുന്ന ആൾക്കാരെ എല്ലാം ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ്. സേനയുടെ മുന്നിലേക്ക് കൊണ്ട് നിർത്തൂ എന്ന് പറയുന്നു. കൈർമയാ സഹയോ ദ്യൗവൻ അസ്മിൻ രണസമുദ്യമേ, അതായത് ഈ രണാങ്കണത്തിൽ ആ ദുർബുദ്ധിയായ ദുര്യോധനന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന അവരാരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് കാണട്ടെ. ദുർബുദ്ധിയാണ് അല്ലേ, കാണട്ടെ എന്ന് പറയുന്നത്. നോക്കൂ, ഇന്നത്തെ ശ്ലോകം അത് കേട്ടിട്ട് സർവേശ്വരനായ നാരായണൻ ആ ഭക്തന്റെ വാക്ക് കേട്ടിട്ട് വെറും ഒരു ഡ്രൈവറെ പോലെ പറഞ്ഞ ആജ്ഞ അനുസരിച്ച് തൻ്റെ രഥം എടുത്ത് കൊണ്ടുപോകുന്നു. നോക്കൂ ഭഗവാന്റെ ഒരു പൊസിഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ഓൺലൈൻ ക്ലാസ് കൊടുത്തപ്പം അതിനും മുരളീവദന ശ്യാമദാസൊക്കെ ഉണ്ടായിരുന്നു. സാക്ഷാൽ സർവേശ്വരനായ ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാനായ ചൈതന്യ മഹാപ്രഭു ശ്രീരംഗത്ത് വന്നു. ഞാനൊരു 3 ബ്രാഹ്മണസിന് അനുഗ്രഹം കൊടുത്ത കഥകൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാൻ പറയുമായിരുന്നു. ഒരു ക്ലാസ് ആയിരുന്നു. 3 ബ്രാഹ്മണസിന് നമ്മുടെ ചൈതന്യ മഹാപ്രഭു അനുഗ്രഹം കൊടുക്കുന്നു. ഒരു ക്ലാസ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു തരും. ഞാൻ അദ്ദേഹം മുഴുവൻ കേട്ടു. അതിൽ 3ാമത്തെ ബ്രാഹ്മണനെ കാണുമ്പോൾ ആ ബ്രാഹ്മണൻ ഇവിടെ ശ്രീരംഗത്ത് വന്നെങ്കിൽ ശ്രീരംഗത്ത് പോയിട്ടുണ്ടോ? ഇവിടെ തമിഴ്നാട്ടിലാണ്. പിന്നെ ഭഗവാൻ അങ്ങനെ തെക്കോട്ട് നോക്കി തെക്കോട്ട് നോക്കി കിടക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അമ്പലമാണ്. തെക്കോട്ട് നോക്കി അങ്ങനെ കിടക്കുകയാണ്. വിഭീഷണനെ നോക്കി കിടക്കുകയാണ്. തെക്കോട്ട് നോക്കി. വിഭീഷൺ തെക്കല്ലേ, എന്താ പറയുക, ശ്രീലങ്കരല്ലേ. അപ്പൊ അവിടെ അമ്പലത്തിൽ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് നോക്കുമ്പോൾ ഒരു ഭക്തനിരുന്ന് ഭഗവത്ഗീത വായിക്കുന്നു. ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ വായിക്കും, ഇങ്ങനെ പിടിച്ചാൽ വായിക്കും, തിരിച്ചു പിടിച്ചാൽ വായിക്കുന്നു. ജനമെല്ലാം കൂടി നിന്ന് ചിരിക്കുന്നു. ഇദ്ദേഹം ഇരുന്ന് കരയുന്നു. ഭഗവത്ഗീത വായിക്കാൻ നോക്കുന്നു, കരയുന്നു. ജനമെല്ലാം കൂടി നിൽക്കുന്നു. ഓ, ഇത് കണ്ട് മഹാപ്രഭു ഭഗവാനാണ്, ശ്രീകൃഷ്ണചന്ദ്രഭഗവാൻ. അടുത്ത് എന്നിട്ട് ചോദിക്കുന്നു, ഇവരെല്ലാം ഇരുന്ന് ചിരിക്കുന്നു, കളിയാക്കുന്നത് തോന്നി, എന്താണോ നീ? അടുത്ത് ചെന്നപ്പോൾ ഭഗവത്ഗീത വായിക്കുന്നു. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? നീ ഏത് ശ്ലോകം വായിക്കുമ്പോഴാണ് കരയുന്നത്? അത് എനിക്കൂടൊന്ന് പറഞ്ഞു തരൂ എന്ന് മഹാപ്രഭു ചോദിക്കുന്നു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഭക്തൻ പറയുന്നു, ഭഗവാനെ. അപ്പൊ അറിയില്ല, ഇത് ആരാണ് ഭഗവാനാണെന്നൊന്നും അറിയില്ലല്ലോ. സാക്ഷാൽ ഭഗവത്ഗീത കൊടുത്ത ഭഗവത്ഗീതയുടെ ആളാണ് അവിടെ നീ നേരെ മുന്നിൽ നിൽക്കുന്നത്. ഈ വായിക്കുന്ന ഭഗവത്ഗീത കൊടുത്ത സാക്ഷാൽ സർവേശ്വരനാണ് മുന്നിൽ നിന്ന് ചോദിക്കുന്നത്, ഇതിനകത്ത് ഏത് ശ്ലോകം വായിക്കുമ്പോഴാണ് നീ കരയുന്നത്? എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഞാൻ കരയുന്നത് ഇത് കാണുമ്പോൾ ആലോചിക്കുകയാണ്, സാക്ഷാൽ ജഗദീശ്വരനായ ജഗത്പതിയായ വാസുദേവ ഭഗവാൻ ഒരു ഡ്രൈവറായിട്ട് അർജുനന്റെ തേരാളിയായിട്ട് അവിടെ നിൽക്കുന്നു. ഇത് കണ്ട് എൻ്റെ ചങ്ക് തകരുകയാണ്. ഭഗവാൻ ഭക്തവത്സലൻ, ഭക്തപരാധീനൻ, ആരാണ് ഈ സർവേശ്വരൻ? ഞാൻ ആലോചിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ചൈതന്യമഹാപ്രഭു പറയുന്നു, ഈ ഭക്ത, എൻ്റെ ഭഗവത്ഗീതയുടെ സാരം മുഴുവൻ നീ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഭഗവത്ഗീത പഠിക്കേണ്ടത്, പഠിച്ചാൽ മനസ്സിലാക്കേണ്ടത്, ആ സാരം മുഴുവൻ നീ ഉൾക്കൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനോടുകൂടി അദ്ദേഹത്തിന് സർവജ്ഞാനവും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ തൻ്റെ ഭക്തൻ പറയുന്നത്
പറയാണ് സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്ചുന. ഹേ അച്യുത, ചുതിയില്ലാത്തവരെ സേനയോടുള്ളൂ. അതുപോലെ തന്നെ കേട്ടു ഭഗവാൻ. അതേപടി അനുസരിച്ച് തന്റെ ഭക്തൻ പറയുന്നത് കേട്ടു. ഭക്തവത്സലൻ ഭക്തപരാധീൻ. അങ്ങനെ അദ്ദേഹം സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ്. ഇവിടെ ഈ കമന്ററി കേൾക്കുന്നത് സഞ്ജയൻ ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ട്, ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ഒന്ന് കൈയടിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം തൻ്റെ സഞ്ജയൻ തൻ്റെ മാസ്റ്ററായ യജമാനായ ധൃതരാഷ്ട്രോട് പറയുന്നു, യവമുക്ത ഋഷികേശോ ഗുഡാകേശേന ഭാരതാം സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമോ. പറയാണ് സഞ്ജയൻ പറയാണ്, യവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരതാം സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമോ. സഞ്ജയൻ പറഞ്ഞു, ഹേ ഭാരതഭക്തര. ആരാണ്? ധൃതരാഷ്ട്ര രാജാവി. അർജുനന്റെ വാക്ക് കേട്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ രഥത്തെ ഇരു സൈന്യങ്ങളുടെ നടുവിലേക്കും കൊണ്ടു നിർത്തി. അത് കണ്ടപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുപോലെ അനുസരിച്ചു. നിങ്ങൾ ചെല്ലാറുണ്ട്, ചിലപ്പോൾ സ്ലോ ചെല്ലാറില്ലേ? ഏറ്റു ചെല്ലാറില്ലേ? ഞാൻ ഒന്ന് വായിക്കാം, ഏറ്റു. ഏവമുക്തോ ഋഷികേശ് സഞ്ജയോവാച ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമോ. വായിക്കാമോ ആർക്കെങ്കിലും? സഞ്ജയോവാച ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഗുഡാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. വായിച്ചോളൂ. അറിയാം. ഇവിടെ അർജുനനെ ഗുഡാകേശൻ എന്ന് വിശേഷിപ്പിക്കുന്നത്, ഗുഡാകേശൻ എന്നതിന് നിദ്രയെ ജയിക്കുന്നവൻ. ഗുഡാകേശൻ നിദ്ര അജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. കൃഷ്ണനുമായുള്ള സൗഹാർദ്ദം മൂലം അർജുനൻ നിദ്രയെയും അജ്ഞാനത്തെയും കീഴടക്കിയിരിക്കുന്നു. പരമഭക്തനാകയാൽ നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് കൃഷ്ണനെ മറക്കാനാവില്ല. ഭക്തന്റെ സ്വഭാവമാണത്. ഉയർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുപോലെ അയാൾ കൃഷ്ണന്റെ നാമം, രൂപം, ഗുണ, ലീലകൾ എന്നിവയെ പറ്റി ചിന്തിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്രകാരം ഒരു കൃഷ്ണഭക്തന് കൃഷ്ണനെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ നിദ്രയും അജ്ഞാനത്തെയും ജയിക്കാം. ഇതിന് കൃഷ്ണാബോധം അഥവാ സമാധി എന്ന് പറയും. സൈന്യങ്ങളുടെ നടുവിൽ രഥം നിർത്തിക്കൊണ്ട് അർജുനൻ ഉദ്ദേശിച്ചെന്തെന്ന് ഏതൊരു ജീവന്റെയും മനോബുദ്ധി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഋഷികേശനായ കൃഷ്ണൻ അറിയാമായിരുന്നു.
അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പറയുന്നു, നോക്കൂ, ഭഗവാൻ പറയുന്നത് അതുപോലെ, കൃഷ്ണൻ പറഞ്ഞു, അതിൽ അർജുനന്റെ ആജ്ഞ അനുസരിച്ചിട്ട് കൃഷ്ണൻ ഇവിടെ പ്രവർത്തിക്കുന്നു. പക്ഷെ അർജുനന്റെ സ്ഥാനം ഇവിടെ ശ്രീല പ്രഭുപാദ് പറയുകയാണ്, ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുപോലെയാണ് കൃഷ്ണന്റെ നാമരൂപ ഗുണലീലകൾ. ഉറങ്ങുമ്പോഴും എപ്പോഴും സദാ ഭഗവാന്റെ നാമം മാത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അർജുനൻ. ഇത് വളരെ മനോഹരമായിട്ട് നമ്മുടെ കുലശേഖര ആഴ്വാർ എന്ന് പറയുന്ന ഒരു ഭക്തൻ പറയാറുണ്ട്. ഇവിടെ അർജുനൻ സദാസമയവും കൃഷ്ണന്റെ നാമമാണ്. ചിത്തം എന്ന് പറയാൻ മനസ്സ്. ചിത്തം നൈവ നിവർത്തതേ ക്ഷണമഭി ശ്രീകൃഷ്ണപാദാംബുജം. ചിത്തം നൈവ നിവർത്തതേ ക്ഷണമഭി ശ്രീകൃഷ്ണപാദാംബുജം. ശ്രീകൃഷ്ണന്റെ പാദാംബുജം ഒരു ക്ഷണം പോലും, ചിത്തം നൈവ നിവർത്തതേ ക്ഷണമഭി, ശ്രീകൃഷ്ണന്റെ പാദാംബുജത്തിൽ നിന്ന് ഒരു ക്ഷണം പോലും തന്റെ മനസ്സ് പറിച്ചു മാറ്റില്ല. ആരെ? ഭക്തൻ. ചിത്തം നൈവ നിവർത്തതേ ക്ഷണം, ഒരു ക്ഷണം എന്ന് പറയല്ലേ, ഇത് പറയുന്നതാണ്. അപ്പോൾ കൃഷ്ണന്റെ അദ്ദേഹത്തെ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും, അതായത് അർജുനന്റെ എന്താ പറയാ, ഇവിടെ കർണനും കൃഷ്ണനും ഇവരോട് സംഭാഷണം നടത്തുമ്പോൾ എന്തുകൊണ്ട് അർജുനനോട് കൃഷ്ണൻ ഇത്ര സ്നേഹം വരുന്നു എന്ന് പറയുമ്പോൾ, എക്സാമ്പിൾ ഞാൻ പറയാ, ഒരിക്കൽ കൃഷ്ണൻ അടുത്തിരുന്ന അർജുനന്റെ അടുത്ത് പോകുമ്പോഴേ അർജുനന്റെ ഓരോ രോമകൂപങ്ങളും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും സർവ്വതും ചിത്തം നൈവ നിവർത്തതേ ക്ഷണമഭി ശ്രീകൃഷ്ണ പാദാംബുജം. ഭഗവാന്റെ പാദാംബുജത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും തന്റെ മനസ്സ് കളയത്തില്ല. നിന്ദന്തു പ്രിയ ബാന്ധവ ഗുരുജന കൃഷ്ണന്തു മുഞ്ചന്തുവ. അത് നാട്ടുകാർ പറയട്ടെ, വീട്ടുകാർ പറയട്ടെ, നിന്ദന്തു പ്രിയ ബാന്ധവ ഗുരുജന, ബന്ധുക്കളും ഗുരുജനങ്ങളും വേണ്ടപ്പെട്ടവരും ഒക്കെ പറയട്ടെ, ഇവനെന്താ വട്ടാണോ അമ്പലത്തിൽ പോയിരിക്കുന്നു 10-36 വർഷമായിട്ട് വളരെ ഷാർദുന ചാൻഡി ജപവും പിടിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ ചേട്ടൻ പറയും, പെങ്ങൾ പറയും, നാട്ടുകാർ പറയും, നിന്ദന്തു പ്രിയ ബാന്ധവ ഗുരുജന കൃഷ്ണന്തു മുഞ്ചന്തുവ. നാട്ടുകാരെന്തു വേണേ പറഞ്ഞോട്ടെ, വീട്ടുകാർ എന്ത് വേണേ പറഞ്ഞോട്ടെ, ഗുരുജനങ്ങൾ എന്ത് വേണേ പറഞ്ഞോട്ടെ, ചിത്തം നൈവ നിവർത്തതേ ക്ഷണമഭി ശ്രീകൃഷ്ണ പാദാംബുജം. ഉറച്ചു നിൽക്കണം. അതാണ് എന്താ, ദുർവാദം പരിഘോഷയന്തു മനുജ വംശേ കലങ്കോസ്തുവ പ്രേമധരാനുരാഗ മധുര മത്തായ മാനന്തുമേ. ദുർവാദം പരിഘോഷം, ആൾക്കാരെ നമ്മളെ പറ്റി മോശമായിട്ടും അതും എന്തെങ്കിലുമൊക്കെ പറയും. നമ്മൾ നല്ല കാര്യം ചെയ്താലും എന്തെങ്കിലുമൊക്കെ. ദുർവാദം പരിഘോഷയന്തു മനുജ വംശേ കളങ്കോസ്തുവ പ്രേമധരാനുരാഗ മധുര മത്തായ മാനന്തുമേ. മത്തായ പുതാനം പറയുന്നത്, മത്തനെ പോലെ നൃത്തമോ ചവിട്ടണോ, മത്തനെ പോലെ നൃത്തം ചവിട്ടണം, ഡാൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. മത്തനെ പോലെ. കാരണം സർവേശ്വരൻ കൃഷ്ണന്റെ പ്ലാനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഭഗവാന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ബോധമാലയിൽ അത് പറഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു ഭക്തൻ പറയുന്നുണ്ട്, ആ മുകുന്ദമാലയിൽ തന്നെ പറഞ്ഞു, നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ വിനിയോഗിക്കണം, ഭഗവാന്റെ സേവനത്തിലേക്ക് വിനിയോഗിക്കണം എന്ന് പറയുന്നു. ഇതിനകത്ത് ഈ ഭഗവത്ഗീത മുഴുവൻ അർജുനന് പറഞ്ഞു കൊടുക്കും. നോക്കൂ, ഭഗവത്ഗീത തുടങ്ങുന്നത് അടുത്ത ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ വെച്ച് ഉപദേശം കൊടുക്കുന്നുള്ളൂ.
കാരണം ഇത് മുഴുവൻ കാര്യങ്ങൾ പറയാണ്. അർജുനെ മനസ്സിലായി കഴിഞ്ഞു. രഥം എവിടെയാ? രഥം നേരെ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കുന്നത് ഭീഷ്മന്റെ ദ്രോണരുടെ മുമ്പിലേക്കാണ് കൊണ്ട് നിർത്തി കൊടുക്കുന്നത്. കാരണം അവിടെ വെച്ചിട്ട് അർജുനൻ തളരുമെന്നറിയാം. അർജുനന് അമ്പെടുക്കാൻ പറ്റില്ല, ആയുധങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല, എല്ലാം തളർന്ന് കയ്യിൽ നിന്ന് പോകുമെന്നറിയാം. അപ്പോൾ അവൻ എൻ്റെ ആശ്രയത്തിൽ വരും, എനിക്ക് അവനെ ഉപദേശിക്കാൻ പറ്റുന്നു അല്ലേ? അങ്ങനെ രണ്ടാമത്തെ അധ്യായത്തിൽ ടോട്ടൽ സറണ്ടർ ചെയ്യും. കാർപണ്യദോഷപഗത സ്വഭാവ അങ്ങനെ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് ഭഗവാനെ ഞാനിതാ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു പറയുന്നു. നോക്കൂ, അന്നേരമാണ് തുടങ്ങുന്നത്. ആ തുടങ്ങി എന്നിട്ട് അവസാനം തീരുമ്പോഴേ ആ ഭഗവാനോട് അർജുനൻ പറയുകയാണ്, ഇത്രയും ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ നട്ടോ മോഹസ്മൃതർലത, ഹേ ഭഗവാനെ എൻ്റെ മോഹങ്ങളെല്ലാം തീർന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജന്മജന്മാന്തരമായി ചിലപ്പം നമുക്ക് അവസരം കിട്ടുന്ന വായിക്കാൻ, പക്ഷെ ഇത്ര വായിച്ച് പഠിച്ചാലും നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുമെന്ന് ആലോചിക്കണം. നഷ്ടോ മോഹസ്മൃതർലത, എൻ്റെ മോഹങ്ങളെല്ലാം പോയി ഭഗവാനെ. ത്വത്പ്രസാദോ മയാച്യുത, ഹേ അച്യുത നിന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മോഹങ്ങളെല്ലാം പോയിരിക്കുന്നു. എന്താ പറയാ, ഞാനിപ്പോൾ ഗതസന്ദേഹം കരിഷേ വചനം തവ, ഇനി നീ ആ വചനം ഇങ്ങോട്ട് തരൂ, ഞാൻ അനുസരിച്ചു കൊള്ളാം എന്ന് പറയാം. ഇവിടെ ഭഗവാൻ ടോട്ടലി തൻ്റെ ഭക്തന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന ഈ അവസരം, ഈ മാനുഷ്യജന്മം, ദുർലഭമായ മാനുഷ്യജന്മം നമ്മൾ കളഞ്ഞു കുളിക്കാതെ ഭഗവത് സേവനത്തിന് വേണ്ടി വിനിയോഗിക്കണം. ഭഗവാന്റെ നാമങ്ങൾ ചെല്ലണം. തൻ്റെ ഭക്തന് വേണ്ടി എപ്പോഴും എന്ത് ചെയ്യാൻ ഭഗവാൻ തയ്യാറായി മുന്നോട്ട് വരും എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ പറയുന്നുണ്ട്, കുലശേഖര ആൾവാർ പറയുന്നു, ഈ നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നല്ല ചുണയായിരിക്കുന്ന ഒരു സമയത്തും വേണം നമ്മൾ നാമം ചൊല്ലി ഭജിക്കാൻ. വയസ്സാവുമ്പോൾ നമുക്ക് ഇത് ചൊല്ലാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, നടക്കില്ല എന്ന് പറയും. അദ്ദേഹം ഒരു മനോഹരമായ ശ്ലോകം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, കൃഷ്ണ തുരിയ പദ പങ്കജ പഞ്ചരാന്തം. കുലശേഖര ആഴ്വാർ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന വലിയ രാജാവായിരുന്നു. അന്നത്തെ കാലത്ത് മദ്രാസ് ഭരിച്ചിരുന്ന രാജാവായിരുന്നു. അദ്ദേഹം എഴുതിയ ബുക്കാണ് മുകുന്ദമാല എന്ന് പറയുന്ന ബുക്ക്. അപ്പം അദ്ദേഹം തന്നെ രാമായണം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിച്ചാണ്. അപ്പം രാമായണം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീതയെ രാമൻ കട്ടുകൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ തന്നെ വീക്ഷിക്കുന്ന ആളായിരുന്നു. നേരെ തൻ്റെ പ്രജകളോട് പറയുന്നു, അല്ലെങ്കിൽ തൻ്റെ സോൾജേഴ്സിനോട് പറയുന്നു, എഴുന്നേൽക്കൂ, ആയുധമെടുക്കൂ, ഇതാ സീതയെ കൊണ്ട് രാവണൻ പോകുന്നു എന്ന് പറയുന്നത്. അദ്ദേഹം നേരെ ഓടുകയാണ്. അവിടുന്ന് രാമായണം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗം വന്നപ്പോഴേ അദ്ദേഹം കാണുന്നത് രാവണൻ സീതയെ കൊണ്ട് പോകുന്നു എന്ന് പറയുന്നതാണ്. അങ്ങനെ പോയി കടലിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. ആരെ? കുലശേഖര ആഴ്വാരെ. കുലശേഖര ആഴ്വാർ എഴുതി വെള്ളം മൂക്കിൻ്റെ അറ്റത്ത് വരെ വന്നപ്പോൾ സാക്ഷാൽ ജഗദീശ്വരനായ രാമചന്ദ്രനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, കുലശേഖര അരുതേ, നീ ഇനി താഴോട്ട് ഇറങ്ങണ്ട, സീത എൻ്റെ കൂടെ ഉണ്ട്, എന്താ പറയുക, വളരെ സേഫായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹം പറയുകയാണ്, കൃഷ്ണ തുരിയ പദ പങ്കജ പഞ്ചരാന്തം അദ്വൈതമേകിശു മാനസരജകം
പ്രശംസ. എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഇന്ന് നല്ല സ്മാർട്ടായിട്ടിരിക്കുന്നു. ഈ സമയത്ത് എനിക്ക് ഭഗവാനെ ഭജിക്കാൻ കഴിയണം. പ്രാണപ്രയാണ സമയേ കപവാദമിത്തൈ കഥാവരോധനവിധോ സ്മരണം കുതർത്തേ. പ്രാണം വെടിയാൻ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ത്രോട്ട് പ്രാണപ്രയാണ സമയേ കപവാദ പിത്തയേ, കപവും വാദവും പിത്തും ഇതിലുണ്ട്. അന്നേരം നമുക്ക് ത്രോട്ട്, നമ്മുടെ തൊണ്ട ചിലപ്പം അനക്കാൻ പറ്റാത്ത അവസരം ചിലപ്പം വന്നിരിക്കും. അതുകൊണ്ട് ഇന്നെൻ്റെ ലിംസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു കൃഷ്ണ. അപ്പോൾ നീ എന്നെ അവിടുത്തെ സേവയ്ക്ക് അനുഗ്രഹിക്കണമേ എന്ന് പറയും. പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാരോട് അത് പറഞ്ഞാൽ അത് ചെയ്യില്ല. വയസ്സാവുമ്പോൾ ചെയ്യാം, ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാമെന്ന് പറയുന്നത്. കാരണം നമ്മൾ കർമ്മഫലങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ പറയുക, നമുക്ക് വ്യത്യസ്തമായ ശരീരം, വ്യത്യസ്തമായ സൗകര്യങ്ങൾ, വ്യത്യസ്തമായ ജോലികൾ, ഇതെല്ലാം നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നതാണ് അല്ലേ. ആ കർമ്മഫലത്തിനെ ഭൂതാനഫലത്തിനെ വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത് അല്ലെ. ഈച്ചകത്തൊരു പൂച്ചയായിടുന്നു, നരിചത്തു നരനായി പിറക്കുന്നു, നാരിചത്തുടനോടിയായി പോരുന്നു ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ നമുക്ക് നമ്മുടെ കർമ്മഫലം. പക്ഷെ ഈ കർമ്മഫലം എല്ലാം കർമ്മഫലം ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഭക്തന്മാർക്ക് വലിയ വലിയ ദോഷങ്ങൾ വരുന്ന കാണാം. ഇപ്പൊ ഇവിടെ പാണ്ഡവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായി. ഇതിന് വലിയ വലിയ ഭക്തന്മാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ നമുക്ക് തോന്നും. പക്ഷെ അത് ബുദ്ധിമുട്ടല്ല. ശരിക്കും പറഞ്ഞാൽ അത് ഭഗവാൻ ഒരു ചെറിയ ചെറിയ ദോഷം പോലും തൻ്റെ ഭക്തനിലുണ്ടെങ്കിൽ അതുപോലെ എടുത്ത് കളയാൻ ഭഗവാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ്. ഒരു ചെറിയ ദോഷം ഉണ്ടെങ്കിലും അത് ഭഗവാൻ എടുത്ത് കളയുകയാണ് എന്ന് വിചാരിക്കണം. അല്ല നമുക്കൊരു പാപം വരുന്നെന്നുള്ളതല്ല, അപ്പോഴും നമ്മുടെ കയ്യിൽ താങ്ങി പിടിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കണം ഭഗവാൻ. അതിനൊരു കഥ പറയുന്നത്, ഒരിക്കലെ ഇതൊന്നും ഈ എന്താ പറയുക റെക്കോർഡിങ്ങിൽ പറയാനുണ്ട്. എന്നാലും ഒരിക്കലെ ഇങ്ങനെ ഭക്തനെ പോകുമ്പോഴെന്നും അദ്ദേഹത്തിൻ്റെ ഈ 2 കാൽപ്പാടുകൾ കാണാം. അപ്പോൾ ചോദിക്കുന്നു, ഇതാരുടെ പാടാൻ ചോദിച്ചു. കാലിൻ്റെ പാട് കാണുമ്പോൾ കൃഷ്ണൻ കൂടെ നടക്കുന്ന പാടുകൾ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ ഒന്നും ചെയ്യാൻ മേലാതെ വന്ന അവസരത്തിൽ അദ്ദേഹം നോക്കുമ്പോൾ ഒരു കാൽപ്പാട് മാത്രമേ ഉള്ളൂ. അത് എൻ്റെ കാൽപ്പാട് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. കൃഷ്ണ, ഇന്നെനിക്ക് വയ്യാതെ വന്നപ്പോൾ നിന്നെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നു. ഭഗവാൻ പറയുന്നു, നീ ഇപ്പം കാണുന്ന ഒരു കാൽപ്പാട് എൻ്റെ കാൽപ്പാടാണ്. കാരണം നീ ഇന്ന് എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, ഞാൻ നിന്നെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ജീവിതത്തിൽ പല ബുദ്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ഓർക്കുക, നമ്മുടെ കർമ്മഫലം അനുസരിച്ചിട്ടായിരിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കുള്ള ഒരു വലിയ ദോഷത്തിനെ ഭഗവാൻ എടുത്ത് കളഞ്ഞിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന. നമ്മുടെ ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ അത് തന്നെയുണ്ട്. ഒരുപാട് കഥകൾ ഇഷ്ടംപോലെ. അതെല്ലാം ഇപ്പം ഈ പാണ്ഡവർക്കൊക്കെ തന്നെ ഒരുപാട് ദോഷം. എന്നിട്ടും നോക്കൂ, അതായത് ഈ ദോഷങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോഴും കുന്തിദേവി ആണെങ്കിലും അല്ലെങ്കിൽ ഉത്തരയാണെങ്കിലും ഭഗവാനെ കൈവിടുന്നില്ല. അഭിമന്യു മരിച്ചു. ഉത്തരയുടെ ഹസ്ബൻഡ് അഭിമന്യു മരിച്ചു. തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ പരീക്ഷത്തല്ല കുഞ്ഞാണോ അല്ലേ, തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ബ്രഹ്മാസ്ത്രം വരുമ്പോൾ ഉത്തരയ്ക്ക് പറയാമായിരുന്നു, ഈ കൃഷ്ണന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അഭിമന്യുവിനെ പോലും ഞാനിനി അങ്ങേരുടെ പുറത്ത് ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ, ഞാനിനി വേറെ ആരെയെങ്കിലും വിളിക്കാം എന്ന് ഉത്തരം തീരുമാനിച്ചില്ല. അതാണ് അവരുടെ ഭക്തി എന്ന് പറയുന്നത്. ഓൾറെഡി തൻ്റെ ഹസ്ബൻഡായ ഭർത്താവായ അഭിമന്യു മരിച്ചു, കൃഷ്ണൻ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇനിയിപ്പോഴേ ബ്രഹ്മാസ്ത്രം വരുന്നു, ഞാൻ എന്തിന് കൃഷ്ണനെ വിളിക്കുന്നു എന്നല്ല ഉത്തരം വിചാരിച്ചത്. അപ്പോഴും
ഉത്തരം തൻ്റെ വിശ്വാസത്തോടുകൂടി പാണ്ഡവർ നിൽക്കുമ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, ഉത്തരേ നീ എന്തിനാണ് എൻ്റെ അടുത്തോട്ട് ഓടി വരുന്നത്? ഇപ്പം കൗരവരെ ജയിച്ച് പാണ്ഡവരവിടെ നിൽക്കുന്നു, നിനക്ക് അവരുടെ അടുത്തോട്ട് ഓടിയാൽ പോരെ? അപ്പോൾ ഭഗവാൻ ഉത്തരം പറയുന്നത്, കൃഷ്ണ, പാണ്ഡവർക്ക് ഒരാളെ നിഗ്രഹിക്കാൻ പറ്റും, പക്ഷേ മരിക്കുന്ന ഒരാളെ രക്ഷിക്കണമെങ്കിൽ സർവേശ്വര അവിടുന്ന് സാധിക്കത്തുള്ളൂ. പക്ഷെ അത് സാധിക്കുമോ ഇല്ലയോ എന്ന് അവർ ചിന്തിക്കുന്നില്ല. സാധിക്കുന്ന ഒരാൾ നീയാണ്, ചെയ്യുമോ ചെയ്യുമല്ലോ എന്നുള്ളതല്ല, അല്ലേ? ഉത്തര കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ പോകുന്നു. കുന്തിദേവി ആണെങ്കിലും വീണ്ടും 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 അവർക്ക് പ്രോബ്ലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് വീണ്ടും 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 ദുഃഖം തരൂ കൃഷ്ണ എന്ന് പറയുന്നു. കാരണം എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമല്ലോ, ഇതാണ് അവരുടെ വിശ്വാസം. അപ്പൊ അവരുടെ വിശ്വാസം നമ്മൾ പറയും, എന്താ പറയാ, രക്ഷസേതിന് വിശ്വാസവും ഭഗവാൻ നമ്മളെ വിശ്വസിക്കുന്നു, രക്ഷിക്കുന്നുള്ള വിശ്വാസം നമുക്ക് വേണം. ഗോതൃത്വം വർണ്ണനന്ദ, നമ്മുടെ പ്രൊട്ടക്ടറായിരിക്കും, സംരക്ഷകനായിരിക്കുമെന്ന് നമുക്ക് ആ വിശ്വാസം വേണം ഭഗവാന്റെ ഇങ്ങനെ. അങ്ങനെ ഇവിടെ തൻ്റെ ഭക്തനായ അർജുനൻ പറയുന്നു, സേനയുടെ നിങ്ങൾ കൊണ്ടൊരു രഥം നിർത്തൂ എന്ന് പറയുന്നു. അർജുനൻ ശ്രീകൃഷ്ണൻ അതുപോലെ തന്നെ അനുസരിക്കുന്നു. ഇത് നമ്മൾ കേൾക്കുന്നത് സഞ്ജയനിൽ നിന്നാണ്. എങ്ങനെ സഞ്ജയന് ഇത് പറയാൻ പറ്റുമെന്നുള്ളതാണ്. നോക്കൂ, നമുക്കൊരു ഗുരുവിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. അതുകൊണ്ടാണ് ഭഗവത്ഗീത തീരുന്നതിന് ലാസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്, എങ്ങനെയാണ് സഞ്ജയന് ഇത് പറയാൻ സാധിക്കുന്നതെന്ന്. സഞ്ജയന് ഇത് പറയാൻ സാധിക്കുന്നതിൻ്റെ കാരണം യോഗേശ്വര കൃഷ്ണ സാക്ഷാത് കഥയത സ്വയം വ്യാസപ്രസാദാൻ. വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടി. ആർക്ക്? സഞ്ജയന്. ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളും ഒക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നു. ഗുരുവിന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഈ സബ്ജക്ട് നമുക്ക് പഠിച്ചു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. വ്യാസപ്രസാദാൻ ഗുഹ്യമഹം, ഇത് പരമഗുഹ്യമാണ്. വളരെ രഹസ്യമായ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ വേണം? ആ വ്യാസന്റെ അനുഗ്രഹം വേണം, ഒരു ഗുരുവിന്റെ അനുഗ്രഹം വേണം. വ്യാസപ്രസാദുതമാനേതദ്ഗുഹ്യമഹം, ഇത് പരമരഹസ്യമാണ്. യോഗം യോഗേശ്വര കൃഷ്ണ സാക്ഷാൽ കഥയത സ്വയം. യോഗേശ്വരനായ കൃഷ്ണൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രമിക്കാൻ ഈ സഞ്ജയന് സാധിച്ചത് തൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, അല്ലേ? നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് കൃഷ്ണധാമത്തിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ ധാമത്തിൽ നമ്മൾ എത്തണം. ബ്രഹ്മലോകത്ത് വരെ പോയാലും പറയുന്നത് വീണ്ടും നമ്മൾ ഭൂമിയിലേക്ക് വരുന്നു. ആ ബ്രഹ്മഭുവനാം ലോക, ആ ബ്രഹ്മഭുവന ഭൂമിയിൽ തൊട്ട് ബ്രഹ്മലോകം വരെ പുനരാവർത്തിനോ അർജുന. അർജുനോട് പറയാണ്, ആ ബ്രഹ്മഭുവനാം ലോക പുനരാവർത്തിനോ അർജുന. അത് വീണ്ടും 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 നമ്മൾ ഈ സൈക്കിൾ ഓഫ് റിപ്പീറ്റഡ് ബർത്ത് ആൻഡ് ബർത്ത്, വീണ്ടും ജനന മരണ ശൃംഖലയൊക്കെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ഭാര്യയെ കിട്ടത്തില്ല, ഈ ഭർത്താവിനെ കിട്ടത്തില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും, എവിടെങ്കിലും ആയിരിക്കും, അല്ലേ? പക്ഷേ പുനർജന്മന വിദ്യതേ. ഹേ അർജുന, നീ എൻ്റെ അടുത്ത് വന്നാൽ പുനർജന്മം നമുക്ക് കൊടുക്കില്ല, അല്ലേ? അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ നാമം ചെല്ലുക അല്ലെന്നാൽ വേറെ യാതൊരു മാർഗവുമല്ല.
അത് പറയുകയാണ്, ഹേ ഭർത്യ, ഭക്തിയോട് പിന്നെ മനുഷ്യരോട് പറയുന്നത്, ഹേ മർത്യ, എന്താ പറയാ, ഒന്നും മനസ്സിലോ, അതായത് ശൃണുവതോ വക്ഷ്യാമി സംക്ഷേപത, അതായത് നമ്മുടെ സംക്ഷേപിച്ച് ഞാൻ പറയും, മർത്യ നീ കേൾക്കൂ, ഞാൻ വളരെ സംക്ഷേപിച്ച് പറയാം. കാരണം മനുഷ്യന് ഇത് കേൾക്കാനുള്ള ക്ഷമയും കാര്യങ്ങളും ഇല്ല, വളരെ കുറേ. ഹേ മർത്യ, മർത്യനോട് പറയുന്നു, നീ വളരെ സംക്ഷേപിച്ച് ഞാൻ പറയുന്നു, അല്ല പുനരം പറയുന്നതാണ്. സംസാരാണവമാപദൂനി ബഹുലം സമ്യക് പ്രവിശ്യ സ്ഥിത, സംസാര ദുഃഖം, ഇത് സംസാര ദുഃഖം നിറഞ്ഞിരിക്കുന്നു. സംസാരാണവമാപദൂർണി ബഹുലം സമ്യക് പ്രവിശ്യ സ്ഥിത, നമ്മൾ സംസാര ദുഃഖത്തിൽ അഗാധമായി നമ്മൾ ഇറങ്ങിത്തിരിഞ്ഞിരിക്കുക, നമ്മളെല്ലാവരും. അതിനകത്തുനിന്ന് കരകയറണമെങ്കിൽ കൃഷ്ണനാമം ജപിച്ചെങ്കിലേ മാർഗമുള്ളൂ. നമ്മൾ സംസാര ദുഃഖത്തിൽ അഗാധമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്കതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഭഗവത് നാമം കേട്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, പറയാം, ശ്രമിക്കാം. നാമസങ്കീർത്തത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുക. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? ഭഗവാന്റെ നാമം എപ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എടുക്കുമ്പോഴും ഭഗവാന്റെ നാമം ചൊല്ലുക. എല്ലാവരും വരിക, ഇതുപോലെ അസോസിയേഷൻ കൊടുക്കുക. മിനിയോടൊക്കെ താങ്ക് യു സോ മച്ച്. റിയലി നമ്മുടെ എന്താ പറയുക, പ്രഭുവൊക്കെ വരുന്നതിന് മുമ്പേ നമ്മുടെ സ്റ്റുഡൻ്റായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ് മിനിയൊക്കെ വർഷങ്ങളായിട്ട്. അപ്പോൾ എല്ലാവരും ചാൻഡ് ചെയ്യണം. എല്ലാവർക്കും ഓരോരുത്തർക്കും എൻ്റെ പ്രണാമം. എല്ലാവരും എന്നും നാമം ചെല്ലണം. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എടുക്കുമ്പോഴും നാമം ചെല്ലണം. സ്കൂളിൽ പോകും എല്ലാം നമ്മൾ നടക്കും. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നാമം ചെല്ലാം. വലിയ ബുദ്ധിമുട്ടുണ്ടോ? കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാമം ചെല്ലാം. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഈ പാർട്ടി പ്രവർത്തകരുടെ കാര്യവും അതൊക്കെ ആലോചിക്കുന്നതൊക്കെ നല്ല നമ്മൾ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. ആർക്കെങ്കിലും വോട്ട് ചെയ്ത് ആരെങ്കിലും ജയിച്ചോട്ടെ. വോട്ട് ചെയ്യാൻ പോകുന്ന നമ്മൾ വോട്ട് ചെയ്തോട്ട് പോരും, വോട്ട് ചെയ്തോളൂ, മനുഷ്യർക്ക് വോട്ട് ചെയ്തോളൂ. പക്ഷെ നമ്മുടെ തല ബ്രേക്ക് ചെയ്യേണ്ട, നാമം ചൊല്ലും. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എടുക്കുമ്പോഴും നാമം ചൊല്ലും. അർഹതയുള്ളവരെ കിട്ടിക്കോളും എന്ന് വിചാരിച്ചോളുക. ആർക്കെങ്കിലും കിട്ടിക്കോട്ടെ അർഹത. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എപ്പോഴും സദാ ഭഗവാന്റെ നാമം ചൊല്ലുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. എനിക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ കഥകൾ കേൾക്കുമ്പോൾ ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് ഭക്തന്മാരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഇന്ന് പ്രഭുജി പറഞ്ഞ കാര്യങ്ങൾ എത്ര നമ്മുടെ ജീവിതത്തിൽ എത്ര ഈസിയായിട്ട് ഓരോരോ ഉദാഹരണങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതത്തിലും അത് ഈസിയായിട്ട് പകർത്തി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമത്തിലേക്ക് തിരികെ പോകാൻ എന്താണ് മാർഗം, അതിനുള്ള വഴികളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് സംശയം തോന്നാം, എന്തെല്ലാം പല രീതിയിൽ നമ്മൾ ഇങ്ങനെ ആയാൽ മതിയോ നമ്മുടെ ജീവിതം. കാരണം നമ്മൾ ഭൗതിക ലോകത്തിലാണ്. നമ്മൾ ആ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾ എവിടേക്ക് പോകാനാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു പ്രയത്നം? ഭഗവാന്റെ ധാമത്തിലേക്ക്. അപ്പോൾ വലിയൊരു കടമ്പയാണ് നമ്മൾ കടക്കേണ്ടത്, അല്ലേ? ചെറിയ തോണിയിലൊന്നും തുഴഞ്ഞാൽ നമ്മൾ എത്തുന്ന ഒരു സ്ഥലമല്ല ഭഗവാന്റെ ധാമത്തിലേക്ക് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ധാമത്തിലേക്ക് പോകാനുള്ള വഞ്ചിയാണ് ഇതുപോലുള്ള ഭഗവത് ഭക്തന്മാർ, അല്ലേ? ആ വഞ്ചിയിൽ നമ്മൾ കയറിയിരുന്ന് കഴിഞ്ഞാൽ അവർ തുഴഞ്ഞ് നമ്മളെ കൊണ്ടുപോയിക്കോളും. അപ്പോൾ
അങ്ങനെയുള്ള ഭഗവത് ഭക്തന്മാരുടെ വാണികൾ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സംശയങ്ങൾ ഉണ്ടാകണം. കാരണം നമ്മൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാലും, ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അറിഞ്ഞുകൊണ്ട് തീ തൊട്ടാലും കൈകൊള്ളും, അറിയാതെ പോയി തൊട്ടാലും കൈകൊള്ളും, അല്ലേ? നമ്മളായാലും അത് തന്നെ സംഭവിക്കും, അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, നമുക്ക് ചെറിയ ചെറിയ സംശയങ്ങളാണെങ്കിലും അത് ചോദിക്കുന്ന ഉടനെ അവർക്ക് അത് കൂടുതലായിട്ട് നമുക്കത് പറഞ്ഞു തരാനും അത് നമ്മളെ മനസ്സിലാക്കി തരാനും അതനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് പ്രഭുജി, എന്തെങ്കിലും സംശയമുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നത്. എല്ലാവരും ചോദിക്കും, എല്ലാ ഇതുപോലുള്ള പ്രീച്ചേഴ്സ് എല്ലാവരും ചോദിക്കും. ഈ പ്രീച്ചേഴ്സ് വളരെ കുറച്ചു മാത്രമേ പ്രീച്ച് ചെയ്യത്തുള്ളൂ, പിന്നെല്ലാം ചോദ്യോത്തരങ്ങളായിരിക്കും. ഒരു 3-4 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 1-2 മണിക്കൂർ അതിനുള്ള ആൻസർ ചെയ്യാനായിട്ട് തന്നെ സമയമെടുക്കുകയാണ്. അങ്ങനെയാണ് സാധാരണ പ്രഭുജിയൊക്കെ അങ്ങനെയാണ് സാധാരണ എല്ലാ സ്ഥലത്തും ചെയ്യാറ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ക്ലാസ് നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് എന്താണുള്ളത് എന്നുള്ള ആ ചെറിയ കാര്യമെങ്കിലും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആരും ഒരു സങ്കോചപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാനോ ഒന്നും അല്ലിരിക്കുന്നത്, അല്ലേ? നമ്മൾ ആ സാക്ഷാൽ ഭഗവാനെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ആ ഭഗവാനെ കിട്ടുക എന്നുള്ള ഒരു മാർഗം തേടിയാണ് നമ്മൾ വരുന്നത്, അല്ലേ? അപ്പൊ അതിന് നമ്മൾ ഒരു സങ്കോചം, ഒരു നാണമോ ഒന്നും തോന്നണ്ട. ഇനി ആർക്കെങ്കിലും പറയാൻ വേണ്ടിയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എന്നോട് പറഞ്ഞ് പറഞ്ഞാൽ ഞാനത് മൈക്കിൽ പറഞ്ഞോളാം. ഹരേ കൃഷ്ണ. ആരെങ്കിലും സംശയം എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇപ്പൊ കാരണം 12 സത്സംഗം നമ്മൾ തുടങ്ങിയിട്ട് 6 മാസമേ ആയുള്ളൂ. ഇവിടെ എല്ലാവരും ഇസ്കോണിനെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇസ്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണാവബോധ പ്രസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അത് എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് സഞ്ചരിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം പെട്ടെന്ന് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഇതെല്ലാമാണ് പ്രഭുജിയെ പറഞ്ഞു വെച്ചത്. അതിന് ഉത്തമ ഉദാഹരണമാണ് അർജുനനെ തന്നെ എടുത്തിട്ട് പറഞ്ഞത്. ഓരോ ഭക്തന്മാരുടെ കഥകളും അവരുടെ എക്സാമ്പിളും പറഞ്ഞു തന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഉദ്ധവര് കൃഷ്ണനെ പോലെ തന്നെയാണ്, കണ്ടാലും കൃഷ്ണാണെന്ന് തോന്നുന്നു. അപ്പൊ ഉദ്ധവരോട് കൃഷ്ണൻ പറയുന്നുണ്ട്, ഹേ ഉദ്ധവ, എന്നെ നീ എന്താ പറയാ, യോഗ പ്രക്രിയകളും കാര്യങ്ങളും ചെയ്തിട്ട് എന്നെ കിട്ടില്ല. എന്നെ കിട്ടില്ല എന്ന് പറയാണ്. സാഖ്യം ധർമ്മ ഉദ്ധവ, നീ സാഖ്യയോഗവും എന്താ പറയാ ആ ധർമ്മപരിപാലന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും എന്നെ കിട്ടണമെന്ന് ബുദ്ധിമുട്ടാണ്. പറയുന്നു, യഥാ ഭക്തേ മമോചിത, എന്നെ കിട്ടണമെങ്കിൽ യോഗ പ്രക്രിയകളും കാര്യങ്ങളും ഒന്നും എന്നെ കിട്ടില്ല ഉദ്ധവ. ഇല്ല മാം എന്നെ യോഗ ചെയ്യേണ്ട യോഗം എന്താണ്? ഭക്തിയോഗ. നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഭക്തിയോഗ. ഭക്തിയോഗയിൽ കൂടെ മാത്രം ഭഗവത്ഗീതയുടെ ഉദ്ദേശം തന്നെ ഭക്തിയോഗമാണ്. ഭക്തിയോഗമാണ്. ആദ്യത്തെ 3 ചാപ്റ്റർ കർമ്മയോഗം, പിന്നെ ഭക്തിയോഗം, പിന്നെ ജ്ഞാനയോഗം. ഭക്തിയോഗം സാധയതിമാം യോഗോ, എന്നെ കിട്ടത്തില്ല. എന്നെ കിട്ടണമെങ്കിൽ ഭക്തി തന്നെ വേണം. വളരെ ബ്യൂട്ടിഫുൾ ആണത്. യഥാ ഭക്തി മമോചിത, ഭക്തി കൊണ്ട് മാത്രം എന്നെ കിട്ടും, അല്ലേ? എല്ലാം കിട്ടില്ല, രക്ഷയില്ല. ബുദ്ധിദേവിയുടെയും പാണ്ഡവരുടെയും ഒക്കെ ഭക്തി കൊണ്ട് മാത്രമാണ് ഭഗവാൻ അങ്ങനെ കൂടെ നിൽക്കുന്നത്, അല്ലേ? ഇരിക്കില്ല ഗത്തിക്കുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു, അവർക്കൊരു കൂസലുമില്ല. കുന്തിദേവി വിചാരിക്കുന്നത് കൂടുതൽ വിഷമം വരും. അങ്ങനെ ആരും വിചാരിക്കണ്ട, കൂടുതൽ വിഷമം വരാൻ പറയണ്ട. പക്ഷെ അതൊക്കെ വേറെ ലെവലാണ്. അപ്പൊ കൃഷ്ണൻ വരുന്നു, നിന്നെ ഒന്ന് കാണണം വിചാരിക്കുന്നു പറയാ. അപ്പോൾ സർവേശ്വരനായ കൃഷ്ണൻ അപ്പോൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും ഭഗവാന്റെ നാമം ചെയ്യുക. ഇതെല്ലാം ഇത് ദുഃഖാലയമാണ്, അശാശ്വതമാണ്. ഇതിന് പേര് ഭഗവാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടിന് പേരിടുന്നത് ഇട്ടിട്ടുണ്ട്, വീട്ടുപേരാണ്. അപ്പം ദുഃഖാലയം അശാശ്വതമാണ്. മുടിയൊക്കെ എൻ്റെ എന്താ പറയുക, മുടി കണ്ടിട്ടാണ് എൻ്റെ വൈഫ് എന്നെ കല്യാണം കഴിച്ചെന്ന് പറയും.
ഇപ്പോൾ ഓർക്കുന്നുണ്ട് എന്താണ് അവിടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയി, നിറച്ച മുടിയും പൊഴിഞ്ഞു പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല, വെള്ള കളറായത് ഞാൻ അറിഞ്ഞില്ല. എന്താ പറയുക, ഇനിയും ശരീരം വിട്ടു പോകുമ്പോഴും നമ്മൾ അറിയില്ല. അല്ലേ, എമ്മപ്പെടർന്ന് പറയത്തില്ല, ഇവിടെ വരത്തില്ല, നാരായണ ഭക്തരെടുത്തില്ലെന്ന് അറിയാം. ഉരിയാടാൻ പോലും നമുക്ക് സമയം കിട്ടത്തില്ല, ശരീരം കഴിഞ്ഞില്ലാലും തോന്നും. പക്ഷേ എന്നോട് വൈഫ് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഞാൻ ഈ വിഷമം പിടിച്ച കാര്യങ്ങൾ ചിലപ്പോൾ പറയുമ്പോൾ ആൾക്കാരെ ചിരിപ്പിക്കാനും സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞൊരു ദുഃഖമാണ് മുഴുവൻ ജീവിതത്തിൽ, അല്ലേ, ഒരു ദുഃഖമേ ഉള്ളൂ. അതിനകത്ത് ഭഗവാന്റെ നാമം ചൊല്ലി ആശ്വാസം കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ സുഖമെന്നൊക്കെ തന്നെ വിളിക്കാം, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഗുരുജി, ഉദ്ധവർ ഭഗവാന്റെ പ്രിയ ഭക്തനായിരുന്നു, ഭഗവാന്റെ ബന്ധുവായിരുന്നു. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ പോലെ തന്നെ ഇരിക്കുമായിരുന്നു. എന്നാലും ഉദ്ധവർക്ക് പെട്ടെന്ന് ആ ഭഗവാനെ അങ്ങോട്ട് സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ലല്ലോ ആദ്യം. പിന്നെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു ഗോപികമാരുടെ അടുത്ത്. അതെന്താ ഗുരുജി, അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് കൂടുതൽ ആഴത്തിലുള്ളത്. ഉദ്ധവർക്ക് ഭക്തനാണെന്ന് തോന്നിയിരുന്നു. അപ്പോൾ ഒരിക്കൽ പറഞ്ഞു, നീ പോയി ഗോപിമാരെ ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഗോപിമാരെ കാണാൻ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം മനസ്സിൽ വന്നു, ഇവിടെ സംസാരിച്ചെനിക്കും മനസ്സിൽ വന്ന് പോയി. ഇപ്പം നിന്നോട് പറഞ്ഞു, എനിക്ക് ഒരുപാട് ചോദിക്കുമ്പോൾ ആൻസർ അല്ല മനസ്സിൽ വന്നേ. ഇതാണ് നമുക്ക് വന്ദേ നന്ദബ്രജസ്ത്രീണാം. ഉദ്ധവർ പറയാണ്, ഞാൻ ബ്രജവാസികളുടെ ബ്രജസ്ത്രീകളെ കാണാൻ പോയി കൃഷ്ണ. പക്ഷേ അവരുടെ പ്രവൃത്തി കണ്ടിട്ട് അവരുടെ പാദങ്ങളിലല്ല ഞാൻ തൊടുന്നത്. ഞാൻ അവരുടെ പാദങ്ങളിലുള്ള രേണുക്കളെ ഞാൻ നമസ്കരിക്കുന്നു. വന്ദേ. അപ്പം ആരാണെന്ന് മനസ്സിലായി ബ്രജസ്ത്രീകൾ. ഞാൻ ആരുമല്ല, ഞാൻ ഭക്തനുമല്ല, ഒന്നുമല്ല. വന്ദേ നന്ദബ്രജസ്ത്രീണാം. ആ നന്ദഗോപരുടെ ആ വൃന്ദാവനത്തുള്ള ബ്രജസ്ത്രീകളുടെ പാദങ്ങളിൽ നിന്ന് പാദരേണു അഭീഷ്ണശഃ. അഭീഷ്ണശഃ വീണ്ടും 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 എന്ത് ചെയ്യുന്നു? വന്ദേ നന്ദബ്രജസ്ത്രീണാം പാദരേണു അഭീഷ്ണശഃ. ആ വൃന്ദാവനത്തിലെ വ്രതസ്ത്രീകളുടെ പാദരേണു, അവിടെ നടക്കുന്ന പൊടികളിൽ ഞാൻ നമസ്കരിക്കുന്നു. യാസാം ഹരിഗതോദ്ഗീതം പുനാദി ഭുവനത്രയം. അവരുടെ തിരുനാവിൽ നിന്നും വരുന്ന നാമം കേട്ടാൽ ഈ മൂന്ന് ലോകവും പ്യൂരിഫൈ ചെയ്യും എന്ന് പറയാം. അപ്പോൾ ഡിവോട്ടികൾ, നമ്മളെ ഭക്തന്മാരുടെ അസോസിയേഷൻ കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഞാനിവിടെ വന്ന് നിന്ന് ഓരോരുത്തരും കൊണ്ടുവരുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടും മാതാജിമാരും ഈ ഫ്ലവർ കൊണ്ട് ഭഗവാന്റെ അടുക്ക വരുന്നു കാണിക്കുമ്പോഴേ ആലോചിക്കുക, എന്തൊരു ഭക്തിയാണ് നിങ്ങളുടെയൊക്കെ ഉള്ളിലെ ഭഗവാൻ തരുന്നത്. അതുകൊണ്ട് അത് ഭഗവാന് താങ്ക്സ് പറയണം, പ്രഭുവിനോടും താങ്ക്സ് പറയണം. ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു ഇവിടെ. അപ്പോൾ താനൊന്നും അല്ലാന്ന് ഉത്തവർക്ക് മനസ്സിലായി ഗോപിമാരെ കണ്ടപ്പോൾ. എന്നിട്ട് പറയുകയാണ്, ഇവരുടെ പാദരേണുക്കളിൽ എനിക്ക് നമസ്കരിക്കണം, അല്ലാതെ ഗോപി അത് കേട്ടിട്ടേ ഉള്ളൂ ഗോപിമാർ വലിയ ഭക്തരാണെന്നൊക്കെ. ബ്യൂട്ടിഫുൾ സ്ലോ അതല്ലേ. പാദരേണു അഭീഷ്ണശഃ. വീണ്ടും 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 നമസ്കരിക്കണം. യാസാം ഹരിഗതോ ഗീതം പുനാദി ഭുവനത്രയം. മൂന്ന് ലോകങ്ങളും പ്യൂരിഫൈ ചെയ്യുന്നതാണ്. എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. അത് ഭാഗവതം വായിച്ച് 18,000 ശ്ലോകം ഉണ്ട്. ലാസ്റ്റ് ശ്ലോകം പലപ്പോഴും പറയുന്നു
നാമസങ്കീർത്തനം സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖം. നമ്മുടെ യുദ്ധമെല്ലാം കഴിഞ്ഞ് കുന്തി മഹാറാണി ഭഗവാൻ പോകാൻ ഒരുങ്ങാണല്ലോ. ആ സന്ദർഭത്തിൽ ഭഗവാൻ യാത്രയ്ക്ക് കൊടുക്കുന്ന സന്ദർഭം. അപ്പോൾ കുന്തി മഹാറാണി കുറച്ച് വിഷമങ്ങൾ പറയുന്നുണ്ട്. കുന്തി മഹാറാണിക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. ആ സന്ദർഭത്തിലും കുന്തി മഹാറാണി പറയുന്നു, ഭഗവാനെ പോകരുതേ, ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകരുത്, ഇവിടെ തന്നെ അങ്ങ് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് യാചിക്കുന്നുണ്ട്. അപ്പോഴും കുന്തി മഹാറാണി പറയുന്നു, ഇനി ഭഗവാൻ പോവുകയാണെങ്കിൽ എനിക്ക് വീണ്ടും ദുഃഖം തന്നാട്ടെ. എന്താണ് അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇത്രയും സൗഭാഗ്യങ്ങളൊക്കെ നമ്മൾ കിട്ടും ഭൗതിക ലോകത്തിൽ. അപ്പോഴും നമ്മൾ അതിനെ എൻജോയ് ചെയ്യുക, എന്റർടൈൻ ചെയ്യാതെ വീണ്ടും എനിക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും തരൂ എന്ന് യാചിക്കുന്നതിന്റെ ഒരു അർത്ഥം വളരെ ഡീപ്പാണ്. അതെന്താണ്, എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഭഗവാൻ പോകാറാവുമ്പോൾ കുന്തിദേവി അത്രയും നാളും ഭഗവാനെ കണ്ടിരിക്കുന്നത് അവര് അപ്പച്ചി മകനുമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പച്ചി മകനുമായിട്ടാണ് കണ്ടിരിക്കുന്നത്. മകനെ അച്ഛൻ്റെ പെങ്ങളെ എന്നുള്ള രീതിയിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ പോകാറായി ഞാൻ പോകുന്നു അമ്മയെന്ന് പറയുമ്പോൾ കുന്തിദേവി പറയുന്നു, ഭഗവാനെ വിളിക്കുകയാണ്, ഭഗവാനെ വിളിക്കുകയാണ്. അതുവരെ കൃഷ്ണ ഇടാ ചെക്ക അവിടെ ഇരിക്കെ എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറയുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഞാനിതാ എല്ലാം കഴിഞ്ഞ് ഞാൻ പോകുന്നു അമ്മയെന്ന് പറയുമ്പോൾ കുന്തി ദേവി തൊഴുകയാണ്, പറയുകയാണ്, നമസ്തേ പുരുഷം താദ്യം. തൊഴുതോട്ട് പറയാണ്, ആദിപുരുഷ, എനിക്കറിയാമായിരുന്നു നീ ആദിപുരുഷനാണെന്ന്. നമസ്തേ പുരുഷം ആദ്യം ഈശ്വരോ പ്രകൃതേ പരോ അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. നീ എല്ലാവരുടെയും ഉള്ളിലും അകത്തും പുറത്തുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ സർവേശ്വരനായ ജഗത്പതിയാണ്. നിന്നെ ഞാൻ ഇപ്പോഴാണ് കുന്തിദേവി തുറന്നു പറയുന്നു, നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതി. അല്ലേ, ഈ നമ്മൾ ഏത് കണ്ടീഷനിലും ആ ഒരു ലെവല്, കുന്തിദേവിയുടെ ലെവലൊക്കെ എത്താൻ നമുക്കൊന്നും പറ്റത്തില്ല. കൃഷ്ണ ദുഃഖം തരൂ നമ്മൾ പറഞ്ഞില്ല. ഏത് ചുരുക്കം ഇത്രമേ ഉള്ളൂ. എന്ത് കണ്ടീഷനിൽ എന്ത് വന്നാലും, അതായത് നമുക്ക് ശിഷ്ടാഷ്ടകം എന്ന് പറഞ്ഞ ശ്ലോകം ചൈതന്യ മഹാപ്രഭുവും സർവേശ്വരനായ നാരായണനായ ചൈതന്യ മഹാപ്രഭുവും ശിഷ്ടാഷ്ടകം തന്നിരിക്കുന്നു, 8 അഷ്ടകം അല്ലെ. അത് മാത്രം നിങ്ങൾ എന്നും രാവിലെയും വൈകിട്ടും ചൊല്ലണം. അത്രയും ചൊല്ലിക്കഴിഞ്ഞാൽ സർവ്വ ബ്രഹ്മാണ്ടത്തിലുള്ള സർവ്വ ശ്ലോകങ്ങളും ചൊല്ലുന്നതിന് തുല്യമാണ്. അതിൽ ലാസ്റ്റ് ശ്ലോകമുണ്ട്, ആശ്ലിഷ്യപാദരതം പിനസ്തു മാമാദർശനാൻ മർമ്മഗതം കരോതു വാ യഥാ തഥാ വാ വിദതാതുലംബടോ മത്രാണ. നീ എന്ത് വേണേ ചെയ്തു, എന്നെ വേദനിപ്പിക്കൂ, നിന്റെ സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് തന്നെ എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും നീ എൻ്റെ ഭഗവാൻ. അൺകണ്ടീഷണലി എന്തായാലും, ദുഃഖം വന്നാലും സുഖം വന്നാലും എന്ത് സംഭവിച്ചാലും നീ എൻ്റെ ഭഗവാൻ. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമുക്കൊന്നും, നമ്മളെന്തൊക്കെയോ ചെയ്യാമെന്ന് ധരിച്ച് നമ്മൾ നടക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്ത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യുന്നത് ഭഗവാൻ നമുക്കൊണ്ടേ ചെയ്യത്തുള്ളൂ. കുന്തി ദേവിയും തൻ്റെ ആ അത്ര കണ്ട് ഏത് കണ്ടീഷനിലാണേലും എനിക്ക് നിന്നെ കാണുന്നതോടേ ഉള്ളൂ. ദുഃഖം വരുമോ സുഖം വരുമോ? ഞാൻ 3 ബ്രാഹ്മണരുടെ കഥ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ്, മൂന്നാമത്തെ ഒരു ബ്രാഹ്മണന്റെ ആ പറഞ്ഞ ഭഗവത്ഗീത പറഞ്ഞത്. രണ്ടാമത്തെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, എന്താ പറയാ, വാസുദേവ ലെപ്പർ എന്ന് പറഞ്ഞ ഒരു കുഷ്ഠരോഗി. ഈ കുഷ്ഠരോഗിയെ പോയി ചൈതന്യ മഹാപ്രഭു കാണുന്നു. ഭഗവാൻ വന്നിട്ട് പോയെന്ന് അറിഞ്ഞു. ഭയങ്കര മനപ്രയാസം. ഓടി അദ്ദേഹം കൂർമ്മബ്രാഹ്മണന്റെ വീട്ടിൽ ഫ്രണ്ടാണ്. കൂർമ്മബ്രാഹ്മണന്റെ വീട്ടിൽ ചെന്നിട്ട് വന്നെന്നറിഞ്ഞു. ആരാ? സർവേശ്വരനായ ചൈതന്യ മഹാപ്രഭു വന്നെന്നറിഞ്ഞു. ഓടിച്ചെന്നപ്പോഴത്തേക്ക് കൂർമ്മബ്രാഹ്മണന്റെ വീട്ടിൽ നിന്ന് പോയി. അദ്ദേഹം പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു. ഈ ലെപ്പറ് സങ്കടമായി, എനിക്ക് ഇന്ന് കാണാൻ പറ്റില്ലല്ലോ. അന്തര്യാമിയായ ഭഗവാൻ മനസ്സിലായി, എന്നെ അന്വേഷിച്ച് ഭക്തനവിടെ വന്നിരിക്കുന്നു. തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു, ഹേ ഭഗവാനെ,
അവിടുന്ന് എന്നെ കാണാൻ വേണ്ടി എനിക്ക് ദർശനം തരാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. നാരായണ, ഞാൻ ഈ ജന്മത്തിൽ വിചാരിച്ചില്ല, എനിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുന്നു. ആ കൂർമ്മ ബ്രാഹ്മണന് തൻ്റെ ശരീരത്തിൽ ഇരുന്ന് പുഴുക്കൾ താഴെ പോയിട്ട് അത് ചാകാതെ പെറുക്കി തിരിച്ചു വെക്കുന്ന ആളായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഭക്തിയുടെ ആ തീവ്രത ആലോചിച്ച് നോക്കൂ. ബുദ്ധിദേവി പറയുന്നു, എന്തു ദുഃഖവും വന്നോട്ടെ, എനിക്ക് നിന്നെ കണ്ടാൽ മതി. ഈ പുഴുക്കൾ അവിടുന്ന് അതുപോലും ചാകരുതെന്ന് പറഞ്ഞ് തിരിച്ചെടുത്ത് വെക്കുന്ന ബ്രാഹ്മണനെ മഹാപ്രഭു അങ്ങ് കെട്ടിപ്പുണർന്നു. ഭഗവാൻ ചിലപ്പോൾ നമ്മുടെ അടുക്കലെ അമ്മയായിട്ടാണ്, ചിലപ്പോഴല്ല, ഭഗവാൻ നമ്മുടെ അമ്മയാണ്. ഏതൊരവസരത്തിലും അമ്മ നമ്മളെ കെട്ടിപ്പുണരും, അല്ലേ? വേദന ഉണ്ടേലും ഇല്ലേലും, അല്ലേ? എന്താ പറയുക, പിന്നെ ശരീരത്ത് എന്തെല്ലാം മുറിവുകൾ വന്നാലും അമ്മയ്ക്ക് യാതൊരു മടിയില്ല, കെട്ടിപ്പുണരുവാണ്. അമ്മയായി തോന്നുന്ന ആ ഭഗവാൻ അമ്മ ആലിംഗനം ചെയ്യുന്ന പോലെ തൻ്റെ ഭക്തനെ ആലിംഗനം ചെയ്തു. തൻ്റെ ശരീരത്തെ എല്ലാ കുഷ്ഠവും മാറിപ്പോയി എന്ന് പറയുന്നു, അല്ലേ? അപ്പൊ ഏതൊരു കണ്ടീഷൻ ആണേലും എനിക്ക് ബുദ്ധിമുട്ടില്ല കൃഷ്ണ, അത്രേ അവിടെ ഉള്ളൂ. അല്ല, എനിക്ക് കുറെ ദുഃഖങ്ങൾ മാത്രം തന്ന് ഞാൻ പോട്ടെ എന്നുള്ളതല്ല. എന്തൊക്കെ പ്രാരാബ്ധം വന്നാലും ഒരു പക്ഷേ എനിക്കത് നല്ലതിനായിരിക്കാം. തമാശക്കാണെങ്കിൽ ഒരു കഥ പറയുന്നുണ്ട്. ഒരു പശുവുള്ള ഒരു വലിയ ഭക്തൻ ഭഗവാനെ പ്രാർത്ഥിച്ച് അവസാനം വലിയ സ്നേഹം വന്ന് ഭഗവാൻ ആ പശുവിനെ കൂടെ അങ്ങ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തോ ഒരു കഷ്ടമായ പാപം, ഉള്ള ഒരു പശുവിനെ കൂടെ എടുത്തുകൊണ്ട് പോയിരുന്നത്. ഭഗവാൻ പറയുന്നു, അവൻ ആ പശുവിന് കൊടുക്കുന്ന സ്നേഹം കൂടെ എനിക്ക് തന്നോട്ടെ എന്ന് വിചാരിച്ചാൽ കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഉള്ളൂടെ പോയല്ലോ എന്നല്ലേ. നമുക്ക് അളക്കാൻ പറ്റത്തില്ല ഭഗവാന്റെ കാര്യങ്ങളൊന്നും അളക്കാൻ. അതായത് ഒരു വലിയ ഭക്തനായ എന്താ പറയുക, നമ്മുടെ രൂപാനുകരെന്ന് പറയും, രൂപഗോസ്വാമി, ചൈതന്യ മഹാപ്രഭു, അവിടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ രൂപഗോസ്വാമി പറഞ്ഞതുകൊണ്ട് സനാതന ഗോസ്വാമി, രൂപഗോസ്വാമി, വൃന്ദാവനത്തുള്ള രൂപഗോസ്വാമി ഒരു മനോഹരമായ ശ്ലോകം എഴുതിയിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഭഗവാൻ കൃഷ്ണൻ ഈ നമ്മുടെ ദാമോദരീല നടത്തുമ്പോൾ സർവത്ര കരയാണ്, അല്ലേ? കരഞ്ഞുകൊണ്ട് എഴുതുന്നു, അമ്മയില്ല, കരയുന്നു. മുട്ട നീന്തി വരുന്നു, അമ്മയെടുക്ക് വരുന്നു. പാല് കുടിക്കാൻ നമുക്ക് പിടിച്ചു വെക്കുന്നു, കരയുന്നു. തിരിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം പൊട്ടിച്ചു ദേഷ്യം കൊണ്ട് വടിയെടുക്കുന്നു, കരയുന്നു. അതിനകത്ത് മുഴുവൻ കരച്ചിലാണ്, അല്ലേ? സർവത്ര കരച്ചിലില്ലേ? ആ ഭഗവാൻ പക്ഷേ ഭക്തര് പറയുന്നു, ഭഗവാൻ കരയല്ല, നമുക്ക് തോന്നുന്നതാണ് കൃഷ്ണൻ കരയാണെന്ന്. ഭഗവാൻ ചിരിക്കുകയാണ് ഇതിൽ. ശ്രീനാരായണ പുണ്ടരീക നയന ശ്രീരാമ സീതാപദേ ഗോവിന്ദാച്യുത നന്ദ നന്ദ മുകുന്ദ ആനന്ദ ആനന്ദ ദാമോദര. അദ്ദേഹം വിളിക്കുകയാണ്, ശ്രീനാരായണ പുണ്ടരീക നയന ശ്രീരാമ സീതാപദേ ഗോവിന്ദാച്യുത നന്ദ നന്ദ മുകുന്ദ ആനന്ദ ആനന്ദ ദാമോദര. അദ്ദേഹം പറയാം, ഈ ദാമോദരൻ ആനന്ദത്തിലാണ്, ചുമ്മാ കരയല്ല. ദാമോദരന്റെ അടുത്ത കരച്ചില്ല ഭഗവാൻ. സർവത്തെ രുദന്തം മുഹൂർ നേത്ര യുഗം മൃജന്തം, കരഞ്ഞിട്ട് മുഖമൊക്കെ കൺമഷിയൊക്കെ തേച്ച് സൗന്ദര്യം കൂട്ടി കരയുന്നൊന്നുമില്ല, ചുമ്മാതാ ആനന്ദ ദാമോദര. ദാമോദരൻ ആനന്ദത്തിലായിരുന്നു. ഇത്ര മനോഹരമാണ്. വിഷ്ണു രാഘവ വാസുദേവ നരഹരി, ബ്യൂട്ടിഫുൾ ആ ശ്ലോകം. അപ്പം അനന്ത ദാമോദര എന്ന് പറയുന്നത് കേട്ടാ നമ്മൾ കരഞ്ഞു അല്ലേ? ശ്രീനാരായണ പുണ്ടരീക നയന ശ്രീരാമ സീതാപദേ ഗോവിന്ദാച്യുത രൂപകോസം എഴുതിയിരിക്കുന്ന ഗോവിന്ദാച്യുത നന്ദ നന്ദ മുകുന്ദ ആനന്ദ ദാമോദര വിഷ്ണു രാഘവ വാസുദേവ നരഹരേ എന്നുള്ള പാട്ടങ്ങനെ കിടക്കണം ഒരുപാട്. ഞാൻ ശ്ലോകം മനസ്സിലിരിക്കുന്നൊക്കെ ബ്യൂട്ടിഫുൾ ശ്ലോകം. ഹരേ കൃഷ്ണ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ വരുന്നത് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണം ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, അല്ല ഭഗവാനോട് പറയുന്നു യുദ്ധത്തിന് അവിടെ കൊണ്ട് നിർത്താൻ. അല്ലെ പിന്നെ ഞാൻ രണ്ടു ശ്ലോകങ്ങൾ എടുക്കേണ്ടിയിരുന്നു. ഭഗവാൻ അറിയാം കൊണ്ട് നിർത്തിയത് ഭീഷ്മരുടെയും ദ്രോണരുടെയും മുമ്പിലാണ്. ഈ അർജുനൻ ഇവിടെ വീഴും ഇത് കാണുമ്പോൾ. അപ്പോൾ എന്നെ രക്ഷിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തളർന്നു,
ഗാന്ധീവം സംസർദേ ഹസ്താം. കയ്യിൽ നിന്ന് അർജുനന്റെ കയ്യിൽ നിന്ന് ഗാന്ധീവം പോകുന്ന ആലോചിക്കാൻ പറ്റില്ല. ആ ഗാന്ധീവം വരെ താഴെ വീണ് പോവാണ് അല്ലേ, തളർന്നു വീണു. ഉത്തിഷ്ടോ, നീ എഴുന്നേറ്റു, ഞാൻ പറഞ്ഞുതരാനെ അല്ലേ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാം സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുനക. ഇതെനിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. മാമേകം ശരണം, എന്നിൽ നീ സറണ്ടർ ചെയ്യൂ. കാരണം മത്തപരതരം നാണ്യം ധനഞ്ജയ, എന്നിന് വലിയ ഒരു സത്യമില്ല ഈ ലോകത്ത്, അതിൽ പരമില്ല. മൈ സർവമിതം ക്രോധം സൂത്രേ മണികണായിവ. എന്നിൽ നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുന്നു. എന്നിലും എല്ലാവരും കൂടെ പോകുന്ന ഒരേ ഒരു നൂലാണ്. പക്ഷെ നമുക്കത് പളങ്കിക്കൂടാണ് കാണാൻ പറ്റും അല്ലേ. ഞാൻ തേച്ച് ക്ലിയറാക്കി പളങ്കാണേൽ ആ നൂല് കാണാൻ പറ്റും. അപ്പം നമ്മളൊന്നും പളങ്കായിട്ടില്ല. ചാൻഡ് ചെയ്ത് ചേതോദർപ്പണമാർജനം, പൊടിപടലങ്ങളെല്ലാം പോയി ക്ലിയറായി വരണം. അപ്പോൾ ചാൻഡ് ചെയ്ത് നിങ്ങളാരും, ഞാൻ ഉൾപ്പെടെ ഇങ്ങോട്ട് വന്നൊരു വ്യക്തി അല്ല ഇനി ഇറങ്ങി പോകുമ്പോഴും നിങ്ങൾ ഓർക്കണം. കാരണം എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം കൃമിയായി കിടന്നതും, എത്ര ജന്മം തോളത്തേറ്റിക്കൊണ്ട് നടന്ന എത്രയോ കിലോ നമ്മുടെ തോളത്തുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും കൃഷ്ണ എന്നൊന്ന് വിളിക്കുമ്പോൾ അതങ്ങനെ പൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കൃഷ്ണാന്നിപ്പം ഞാൻ കൂട്ടത്തിൽ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോൾ എത്രയോ കിലോകൾ നിങ്ങളുടെ നല്ല എനിക്ക് പറയാം, എൻ്റെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഒരവസരമെങ്കിലും കൃഷ്ണാന്ന് വിളിക്കാനുള്ള അവസരം കിട്ടിയാൽ കൃഷ്ണാന്ന് വിളിക്കുമ്പോൾ ഒരു 2 കിലോ എങ്കിലും താഴെ അങ്ങ് പോവും. ഇനി എത്ര കിലോ എൻ്റെ പുറത്തുണ്ടോ, ഞാൻ ചിലപ്പോൾ അടുത്ത ഒരു ജന്മം മുഴുവൻ ഇരുന്ന് ചാൻഡ് ചെയ്യുന്നതും നിങ്ങൾ ഒരു വർഷം ചാൻഡ് ചെയ്യുന്നതും ഒരുപോലെ ആയിരിക്കും. കാരണം നിങ്ങൾ പാപം കാണത്തില്ല. ഞാൻ എത്ര പാപം ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയത്തില്ല, നാരായണന് മാത്രമേ അതറിയത്തുള്ളൂ. അതുകൊണ്ട് കണ്ടീഷൻ ഒന്നും വെക്കണം. അൺകണ്ടീഷൻ, ഒരു കണ്ടീഷനും ഇല്ലാതെ നാമം ചൊല്ലിക്കോളൂ. ബുദ്ധിദേവി പറയുന്നു എന്തും ആയിക്കോട്ടെ, എന്തും സംഭവിച്ചോട്ടെ, എൻ്റെ ആഗ്രഹം എനിക്ക് നിന്നെ കാണണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പോകുന്ന വഴിക്ക് എന്ത് സംഭവിച്ചോട്ടെ. ഭഗവാൻ ഇവിടെ ശത്രുക്കളെ, അസുരരെ കൊല്ലാൻ വേണ്ടി ഒന്നും വന്നതല്ല ആശ്ചര്യം. ഭഗവാൻ അവിടെ നിന്ന് തഥാസ്തു എന്ന് പറഞ്ഞ എല്ലാ അസുരന്മാരും ഭസ്മമായി പോകും. പക്ഷെ എന്റെ ഭക്തനെ രക്ഷിക്കാൻ ഞാൻ വന്നതാണ്. ആ കൂട്ടത്തിൽ ഞാൻ പോകുന്ന വഴിക്ക് വല്ല ചെറിയ അസുരന്മാരൊക്കെ വരുമ്പോൾ കളന്നിട്ട് കളങ്ങൾ ചുമ്മാ പെറുക്കി കളങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്നും ഭഗവാനൊരു വിഷയമല്ലായിരുന്നു. ഇത് തമാശക്ക് ചെയ്ത. പക്ഷെ എൻ്റെ ഭക്തനെ തൊട്ട് കളിക്കാൻ സമ്മതിക്കത്തില്ല ഒരിക്കലും അല്ലേ. ഇതല്ലേ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശാന്തി മികച്ചതി കൗലേയ. അപ്പൊ എനിക്ക് ഭീഷ്മയുടെ കഥയിലേക്ക് വരികയാണ്. ഞാൻ വേറെ കഥയിലേക്ക് പോയിപ്പോ എടുത്ത് ചാടുകയല്ലേ. തൻ്റെ വീലും എന്താ പറയാ രഥത്തിന്റെ വീലും കൊണ്ട്. കാരണം എൻ്റെ അർജുനൻ കൊല്ലപ്പെടാൻ പോകുന്നു. ഭീഷ്മരല്ല ആരാണേലും എൻ്റെ വാക്കിനൊന്നും ഒരു വിലയില്ല. ആയുധം എടുക്കത്തില്ലെന്ന് അവിടെ ഇരിക്കട്ടെ. എൻ്റെ ഭക്തനെ തൊട്ട് കളിക്കാൻ സമയം അല്ലേ, എടുക്കല്ലേ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശതചാന്തി മികച്ചതി കൗന്ദേയ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ്. നമ്മളെ സംസാര സാഗരത്തിലാണ്. അപ്പോൾ നമുക്ക് ദുഃഖങ്ങള്, ദുരിതങ്ങള്, വിഷമങ്ങള്, വേദനകള്, അസുഖങ്ങള് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് ഭഗവാൻ അല്ലേ, എല്ലാ സംസാര സാഗരത്തിൽ കിടക്കുന്നു. അത് നമുക്ക് ഇതിൽ നിന്ന് ഭാവത്തിനൊരു മനോഹരമായ ശ്ലോകം പറയുന്നു. ഈ സംസാര സാഗരത്തിൽ തമാതിദേവം കരുണാനിദാനോ പത്മപുരാണത്തിൽ പറയുന്ന തമാതിദേവം, ആദിദേവനായ കരുണാകരനായ ആ ആദിദേവൻ. തമാതിദേവം കരുണാനിദാനം തമാലവർണം സുഖിതാവതാരം അപാര സംസാര സമുദ്രസേ. സംസാര സാഗരം അപാര ചെറിയ സംസാരമല്ല, അപാരമായ സംസാര സാഗരം, അതിഗംഭീരമായ ദുഃഖങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ കടലിലേക്കാണ്
വന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മുടെ അപാര ചെറിയ സംസാരമല്ല, അപാരമാണ്. നമ്മളങ്ങനെ വിചാരിക്കുകയേ വേണ്ട ചെറുതായിട്ടൊന്ന്. ഞാനും വൈഫോടൊക്കെ ഇന്നലെ അവരുടെ കൊച്ചച്ഛൻ്റെ വീട്ടിൽ നിന്ന് പോയി. അപ്പോൾ നല്ല മനുഷ്യനാണ്, സാത്വികനാണ്. അപ്പോൾ അവര് മകള് പറയുന്നു, അച്ഛനെ മരിക്കുന്നതിന് മുമ്പ് മകളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അത് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് പറയാൻ കുറെ സമയങ്ങൾ എടുക്കുന്നു. നിങ്ങൾ ആലോചിച്ചു എന്തോരു വേദനാജനകമായ കാര്യമാണ്. മക്കളെല്ലാം നിൽക്കുന്നു, അച്ഛൻ എന്തോന്ന് പറയണം, പറയാൻ പറ്റുന്നില്ല. എന്തോ ഒരു സംസാര സാഗരത്തിലാണ് കിടക്കുന്നത്. എന്നിട്ട് മിണ്ടാൻ മേലാതെ നമുക്ക് പറഞ്ഞില്ലേ, പ്രാണപ്രയാണ സമയേ കപവാദപിതേ കഠാവരോധനമിതോ സ്മരണം കുതത്തെ. അന്നേരം അപ്പൊ ഈ സംസാര സാഗരം അത്ര വേദനാജനകമാണ്. അത് പറയാണ്, തമാതിദേവം കരുണാനിദാനം കമാലവർണ്ണം സുഹൃതാവൻ അപാര സംസാര സമുദ്ര സേതും. അപാരമായ സംസാരത്തിന്റെ സമുദ്രത്തിന് സേതു, പാലം കൊടുക്കുക, ഒരു കണക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരികയാണ്. അപാരമായ സംസാര ദുഃഖത്തിൽ ഒരു സേതുവായിട്ട് വരുന്നു. ആരാണ്? സാക്ഷാത് പജാമകി ഭാഗവത സ്വരൂപം. ആ ഭാഗവതം, അതുകൊണ്ട് ഭക്തിമത ഭാഗവത സമാലയം. അപ്പൊ നമുക്ക് ചാൻസ് തന്നിട്ടുണ്ട്. പ്രഭു ചോദിച്ചാൽ ദുഃഖം നിറഞ്ഞു തരുന്ന ഇവിടുത്തെ നമ്മളത് മനസ്സിലാക്കണം. ഞാൻ എന്തിനീ ഭൂമി, അതിനാണ് നമ്മൾ പറയുന്നത് സെൽഫ് റിയലൈസേഷൻ, ആത്മസാക്ഷാത്കാരം. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, അത് ചോദിച്ചു മനസ്സിലാക്കുന്ന ആൾക്കാർ രക്ഷപ്പെടും. അപ്പൊ നമ്മൾ പറയും, നീ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? നിന്റെ നാമം ചൊല്ലി ഭഗവാൻ എന്തിനാ വന്നിരിക്കുന്നത്? ഭഗവാൻ തന്റെ ലീലകള് നടത്തി ആ ലീലയോട് നമ്മൾക്ക് ആകൃഷ്ടനായി ജന്മകർമ്മജമേ ദിവ്യമോ, എന്റെ ജന്മവും എന്റെ കർമ്മവും ദിവ്യമാണ്, അതിലേക്ക് നമ്മൾ ആകൃഷ്ടനാകുന്നു. ആകൃഷ്ടനായിട്ട് ഞാൻ പോകുമ്പോൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അത്രേ ഉള്ളൂ ഉദ്ദേശവും. എന്റെ ഉദ്ദേശം എടുത്തോണ്ട് പോവാണ്. അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രം തെക്വാദേഹം പുനർജന്മനൈതിമാമേസോ, അവർക്ക് ഞാൻ പുനർജന്മം കൊടുക്കില്ല. അത് മനസ്സിലാക്കണം. ഒരാള് നമ്മള് വീട്ടിലുള്ള 4 പേര് വന്നു, 4 പേര് വീട്ടിലിരിക്കുന്നു, നീ ഇവിടെ ഇരുന്നോളൂ. പോകുമ്പോൾ കുടിയല്ല ജനിക്കുന്ന നേരത്തു, കുടിയല്ല മരിക്കുന്ന നേരത്തു, അതേ ഇങ്ങനെ കാണുന്നത് എന്ത് മത്സരിക്കുന്നത്. അപ്പൊ ആരൊക്കെ ഇത് സെൽഫ് റിയലൈസേഷൻ, നമ്മൾ ആത്മസാക്ഷാത്കാരം നേടിക്കോളൂ പെട്ടെന്ന്. സമയമില്ല. ഞാൻ ആൾക്കാരോട് പറയും, നിങ്ങൾ ഒന്നും കേൾക്കണ്ട, ആ പൂന്താനത്തിന്റെ പാട്ടൊന്നും കേൾക്കൂ. നാട്ടിൽ ആൾക്കാർ പൂന്താനത്തിന്റെ പാട്ട് ടേപ്പ് ഓൺ ചെയ്യും, ഇപ്പറേ ഇറച്ചി മീനൊക്കെ കത്തിച്ച് അതിനെ കൊല്ലരുതേ തിന്നരുതേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മളത് പൂന്താനത്തിന്റെ പാട്ട്, അത് അർത്ഥം കേട്ടുകൊണ്ട് നിങ്ങൾ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാഠം ഒന്ന് കേൾക്കൂ ജീവിതത്തിൽ. അത് മനസ്സിലാക്കൂ, ധാരാളം മതി. നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഭക്തനെ പോലെ നൃത്തം ചെയ്യണം. ഇസ്കോണിൽ വന്നിട്ട് ഡാൻസ് ചെയ്യാൻ പറയും, ഇവരെന്തായി കാണിക്കുന്നത്? ഇവിടെ ഗുരുവായൂർ പൂന്നാരും പറയുന്നു ഭക്തനെ പോലെ അവൻ നൃത്തം ചെയ്യണമെന്ന്. നമ്മൾ നൃത്തം ചെയ്ത് ദീപന്മാരെന്തായി ഇസ്കോണിൽ കാണിക്കുന്നത്? ഡാൻസ് ചെയ്യുന്നത്. ചെയ്തു പോകും, ചെയ്യണം. ഭഗവാന്റെ നാമം വരുമ്പോൾ വേറെ ഒന്നും ഓർക്കുന്നില്ല, അത്രയേ ഉള്ളൂ. കൈ രണ്ടും പൊക്കുന്നു, നമ്മൾ സറണ്ടർ ചെയ്യുന്നു. ഞാനിതാ ഈ വെടിവെക്കാതെ ഇപ്പൊ മാറി നടക്കല്ലേ, കൈ പൊക്കി കഴിഞ്ഞാൽ വെടിവെക്കരുതെന്നല്ല, ചെയ്തതെന്നാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് കൊല്ലും, വെടിവെച്ചത്. അപ്പൊ അതാണ് ധർമ്മമല്ല, അധർമ്മമാണ് നടക്കുന്നത്. അപ്പോ ഈ സംസാര ദുഃഖത്തിൽ എല്ലാവരും കിടക്കുന്നു. ആരാണോ നാമം ചെല്ലുന്നത് അവർ രക്ഷപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ മർത്യലോകം വിശ്വന്തേ, ഈ മർത്യലോകത്ത് വീണ്ടും വന്നുപോയി ജനന മരണം അതിൽ കിടക്കുന്നു. ഹരേ കൃഷ്ണ.